عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم. ബഹുമാനമുള്ള മോമിനങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഏതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം സത്യത്തിൽ നമ്മുടെ തിരുദൂതർ പാർട്ട് 2 എന്ന പുസ്തകത്തിൻ്റെ പ്രഥമമായ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലയ്ക്ക് ഇതിലൊരുപാട് ഉദ്ദേശ്യങ്ങളുണ്ട് ഈ വിഷയത്തെ തിരഞ്ഞെടുക്കുന്നതിൽ. ഒന്ന്, തിരുദൂതർ നിറവ് പാർട്ട് 2 നിറവ് എന്ന പുസ്തകത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വളരെ മുറക്കസായ, വളരെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി പറഞ്ഞ ഒരു പുസ്തകമാണ്. അപ്പോൾ അത് വിശദീകരണങ്ങൾ അർഹിക്കുന്നുണ്ട്. മൊത്തം വിശദീകരിച്ചാൽ മാത്രമാണ് ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. പിന്നെ കാര്യങ്ങളെ ഏകദേശ ഗ്രാഹ്യതയുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കത്തുമെങ്കിൽ പോലും ഏകദേശം നമ്മൾ അതിൻ്റെ ഓദർ എന്ന നിലയിൽ ഓരോ ചാപ്റ്ററുകളിലും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കൽ ഒരു അത്യാവശ്യമായ കാര്യമാണ്. തിരുദൂതർ പാർട്ട് 1 നിയോഗം എന്ന പുസ്തകവും നമ്മൾ ഇപ്രകാരം വിശദീകരിച്ചിട്ടുണ്ട്. അതിനെയും വിശദീകരിക്കാനുമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വിഷയം. ഈ പുസ്തകവും തിരുദൂതർ പാർട്ട് 1 നിയോഗം എന്ന പുസ്തകവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തെന്നാൽ, പൊളിറ്റിക്കലി എന്താണ് ഇസ്ലാം കൊണ്ടുള്ള സാമൂഹികമായ നേട്ടം എന്നതാണ് ഒന്നാമത്തെ പുസ്തകം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സാമൂഹികമായി ഇസ്ലാം വന്നപ്പോൾ സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തായിരുന്നു എന്നത് ഒന്നാമത്തെ പുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതൊരു കൃത്യമായ പഠിപ്പിക്കലാണ്. ഒരു വല്ലാത്ത പഠിപ്പിക്കലുമാണ്. അതായത് അതിന് സമാനമായ ഒരു പുസ്തകം 1400 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനത്തെ ഒരു പുസ്തകമാണ് തിരുദൂതർ പാർട്ട് 1 നിയോഗം. അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ വരേണ്ട ഒരു ആവശ്യം ആ കാലഘട്ടത്തിൽ ഇല്ല. കാരണം ലോകം മുഴുവനും ഒരൊറ്റ വില്ലേജായ ഒരു കാലം ലോകത്തില്ലാത്തത് കൊണ്ട് അതങ്ങനെ ലോകം മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിക്ക് പ്രസക്തി തന്നെ വരുന്നത് AD 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഇസ്ലാമിൻ്റെ സാമൂഹിക തലത്തെ നിയോഗം എന്ന പുസ്തകത്തിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ മനസ്സിലാക്കാനുള്ള സാഹചര്യം വരുന്നത് AD 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കോളനൈസേഷൻ വന്നത്. അപ്പോൾ ഈ കോളനൈസേഷൻ വന്നപ്പോൾ എന്തുണ്ടായി? നേരത്തെ പ്രതിരോധിക്കപ്പെട്ട യൂറോപ്യൻ യൂറോപ്പിൻ്റെ ദുഷ്ട മനസ്സാണ് ഏത് കാലത്തും മനുഷ്യരാശിയെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. എന്നും അതാണ്, എന്നും അതിപ്പോഴും പറഞ്ഞിട്ട് പല ആളുകൾക്കും തലയൊക്കെ അങ്ങോട്ട് കയറി വരുന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലാവും. ഇപ്പോഴും കുറച്ച് ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും മനസ്സിലാവും. അപ്പം അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജനങ്ങൾ മുഴുവനും യൂറോപ്പ് കൊണ്ട് കുഴങ്ങിപ്പോയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ക്രിസ്ത്യാനികൾ കുഴങ്ങിയിരുന്നു യൂറോപ്യൻ ക്രിസ്ത്യാനികളെ കൊണ്ട്. ഞാനൊരു മതം എന്ന നിലയിലല്ല അത് പറയുന്നത്, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് സിറിയാക്ക് ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ്, അർമേനിയൻ ഓർത്തഡോക്സ്, ഇങ്ങനെയുള്ള ഓർത്തഡോക്സ് സഭകൾ ഉണ്ടല്ലോ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അതാണ് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനവും. പക്ഷേ അവരെ യൂറോപ്യന്മാർ പല ദുഷ്ടലാക്കുകൾക്കും ഉപയോഗപ്പെടുത്തിയത് കാരണമായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം പോലും, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നത്. അപ്പോൾ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിനെ കൊണ്ട് കുഴങ്ങിയ ഒരു കാലഘട്ടമാണത്. ജൂതന്മാർ കുഴങ്ങിയിരുന്നു, ഓർത്തഡോക്സ് ജൂതന്മാർ കുഴങ്ങിയിരുന്നു.
മനുഷ്യരാശി മൊത്തത്തിൽ കുഴങ്ങിയിരുന്നു. യൂറോപ്പിനെ സംബന്ധിച്ച് യൂറോപ്പിന് ഒരു ദുഷ്ട ലക്ഷ്യമുണ്ട്, യൂറോപ്യൻ വൽക്കരിക്കുക എന്നാണ്. എല്ലാത്തിനെയും യൂറോപ്യൻ വൽക്കരിക്കുക എന്നത്. ഈ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്നൊരു വാക്ക് ലോകാവസാനത്തിൻ്റെ അവസാനമായിട്ട് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ചില വിശദീകരണങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതിന് സ്പിരിച്വലായ ഒരു അർത്ഥമുണ്ട്, ഫിസിക്കലായ ഒരു അർത്ഥമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫിസിക്കലായ അർത്ഥം എന്താണ്? ലോകം അവസാനത്ത് സൂര്യ ഉദിക്കന്നെ, പടിഞ്ഞാറ് സൂര്യ ഉദിക്കന്നെ, അതാണ് അതിൻ്റെ ഫിസിക്കലായ അർത്ഥം. പക്ഷേ സ്പിരിച്വലായ അർത്ഥമുണ്ട്. അതെന്താണ്? അത് അത് തിരിയുന്നവർക്ക് തിരിയും. അതായത് ലോകം അവസാനിക്കാൻ അടുക്കുമ്പോൾ യൂറോപ്പ് മനുഷ്യരാശിയെ കീഴടക്കും. എവിടെയും മനുഷ്യരാശിയുടെ സ്വഭാവം യൂറോപ്യൻ സ്വഭാവമായി മാറും. അതിനോട് യുദ്ധം ചെയ്താനാണ് മഹ്ദി വരിക. സയ്യിദ്നാ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു. മഹ്ദി ബൈഅത്ത് സ്വീകരിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? യൂറോപ്പിലേക്ക് മാർച്ച് ചെയ്യും. കാരണം മനുഷ്യരാശി ഏത് കാലത്തും പിശാചിൻ്റെ അടിമകളാക്കി മാറ്റിയത് യൂറോപ്പാണ്. യൂറോപ്പ് കൈ കഴുകി നിൽക്കുകയും ചെയ്യും. അവർ പിശാചിനെതിരായിരിക്കും, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്നും പിശാചിനെ പ്രൊമോട്ട് ചെയ്തത് യൂറോപ്പാണ്. വളരെ ചിന്തിക്കണം. അത് നമ്മൾ മനസ്സിലാക്കേയില്ല. അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്കൊക്കെ വലിയ ദുരന്തവും അപകടവും പറ്റിപ്പോയി. ഞാൻ ഇന്നിപ്പോൾ ഞാൻ പറയാൻ വിഷയത്തിന് തെറ്റിപ്പോവും. ഇന്ന് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ട അവസ്ഥയെ നേരത്തെ നമ്മളാളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമന്വയ വിദ്യാഭ്യാസം എന്നൊരു സ്ഥാപനത്തെ നമ്മൾ തുടങ്ങിയില്ല. നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്താലും മതിയായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒന്ന് ദീൻ പഠിപ്പിക്കുന്നതോടുകൂടെ ഭാഷ പരിജ്ഞാനം കൊടുക്കുക, ബസ്. ഇനി നമ്മളെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകണം. ഒരിക്കലും സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസം പൈശാചിക അധിഷ്ഠിതമാണ്. പിശാചിനെ മാറ്റി വെച്ചൊരു വിദ്യാഭ്യാസം യൂറോപ്പിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. തിരിച്ചു വരിക. അപ്പം ഈ കഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് പുണ്യ റസൂൽ വരുന്നത്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ലോകത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടം ഏകദേശം ഒരു 8 നൂറ്റാണ്ടിൽ കാലം ലോകം സന്തോഷത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അതോടുകൂടെ തന്നെ കോളനൈസേഷൻ തടയപ്പെട്ടു, കോളനികൾക്ക് കയറാൻ കഴിയാതെ. ഇവിടെ വലിയൊരു കോളനി ഉണ്ടായി, കോളനി വൽക്കരണം നടന്നിരുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് തന്നെയായിരിക്കും പറഞ്ഞത്. എന്ത്? AD 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബൈസന്റിയൻ റോമാ സാമ്രാജ്യം ഏഷ്യയുടെ മുഖത്ത് വന്നിട്ട് ഒരു അവരുടെ ഒരു കേന്ദ്രം ആരംഭിക്കുന്നതോടുകൂടെ ഏഷ്യയും ആഫ്രിക്കയും തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കാരണം? ആൻഷ്യൻ്റ് റോമാ സാമ്രാജ്യം തകർന്നുപോയി. അപ്പോൾ റോമാ സാമ്രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ അവരുടെ ഒരു അധികാര സ്ഥാനം ഉണ്ടാക്കി. അതാണ് സെക്കൻഡ് റോമാ സാമ്രാജ്യം. അത് 2-ാം സാമ്രാജ്യം എന്ന് പറയുന്നത് സത്യത്തിൽ റോമിലല്ല, അത് നടന്നത് ഇസ്താൻബുളിലാണ്. അവർ അതിന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയും, ഇസ്താൻബുളിലാണ്. ഹദീസുകളിലൊക്കെ കാണുന്ന റോം എന്ന് പറയുന്നത് 2-ാം റോമാണ്, 1-ാം റോമല്ല. 1-ാം റോമിന് അത് ബന്ധമുണ്ടെങ്കിൽ പോലും നിലവിൽ അതിൻ്റെ പ്രസൻറ്റിൽ അത് ബന്ധപ്പെട്ടത് മുഴുവനും 2-ാം റോമിനോടാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച ഒരു കത്ത് കൊണ്ടുപോയ ദൂതനെ റോമക്കാർ കൊന്നു. ആ റോമക്കാർ എന്ന് പറഞ്ഞാൽ ഏതല്ല, ഇറ്റലിയിലെ റോമല്ല, 2-ാം റോമാ സാമ്രാജ്യ. അതെവിടെയാ? അത് ഇസ്താൻബുളിലാണ്.
മനസ്സിലുണ്ട്. അവർ ഒന്നാം റോമാ സാമ്രാജ്യം, ആൻഷ്യൻ്റ് റോമാ സാമ്രാജ്യവും ആൻഷ്യൻ്റ് റോമാ സാമ്രാജ്യത്തിന് ഹബീബ റസൂൽ വരുമ്പോൾ ഒരു അലകും പിടിയും ഇല്ല, അത് തകർന്നിരുന്നു. അത് പിന്നെ AD 10-ാം നൂറ്റാണ്ടിലാണ് പുനഃക്രമീകരിക്കപ്പെടുന്നത്. എന്താ AD 10-ാം നൂറ്റാണ്ടിൽ? അതും ചിന്തിക്കുക. AD 10-ാം നൂറ്റാണ്ടിൽ വീണ്ടും ബൈസന്റൈൻ റോമാ സാമ്രാജ്യം വീണ്ടും അതിനെ പുനഃസംഘടിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താ? രണ്ടാം റോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ആക്സസിബിലിറ്റീസ് മുഴുവനും നഷ്ടപ്പെടുത്തി ഇസ്ലാം. മനസ്സിലായില്ല? അതായത് രണ്ടാം റോമാ സാമ്രാജ്യം ഇസ്താൻബുളിലാണ് വന്നത്. കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയാണ് അതിൻ്റെ ആള്. അതുകൊണ്ട് തന്നെ രണ്ടാം റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിന് എന്ത് പേരിട്ടു? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പേരിട്ടു. അത് ആണ് പിന്നീട് ഇസ്ലാംബൂൾ ആയി മാറിയത് AD 15-ാം നൂറ്റാണ്ടിൽ. അതാണ് ഇപ്പോൾ ഇസ്താൻബൂളായി മാറിയത്. ആ ഇസ്ലാം പൂളാണ് ഇന്നത്തെ ഇസ്താൻബൂൾ. പണ്ടതിൻ്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിളാണ്. പണ്ട് തന്നെ വളരെ പണ്ടല്ല, AD 4-ാം നൂറ്റാണ്ടോടുകൂടെ. അപ്പോൾ അവരിവിടെ അത് കഴിഞ്ഞിട്ട് 2 നൂറ്റാണ്ട് കഴിയുമ്പോഴാണ് നബി വരുന്നത്. അപ്പോൾ അവർക്ക് മുഴുവനും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ണാണ്. കാരണം അവർക്ക് അത്രയും വലിയ പടയും സൗകര്യമാണ്. ഇവിടെ ഒന്നും നടക്കൂല. ഒന്നും കൂടി ഞാൻ പറഞ്ഞാൽ, ബ്രിട്ടൻ വന്നപ്പോൾ, ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കൊണ്ടുവന്നപ്പോൾ ഈ ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾക്ക് സ്വന്തം ഒന്നും നടക്കാതെയായി. ബ്രിട്ടൻ്റെ താല്പര്യം നടക്കുള്ളൂ. അതിൻ്റെ ഒരു ആദിമ രൂപമാണ് എന്ത്? രണ്ടാം റോമാ സാമ്രാജ്യം. രണ്ടാം റോമാ സാമ്രാജ്യം AD 4-ാം നൂറ്റാണ്ടോടുകൂടെ ഇസ്താൻബുളിലേക്ക് വരുന്നതോടുകൂടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പേടിയാണ് ഇവരെ. കാരണം അവർക്ക് വലിയ കരുത്തുള്ള പടയുണ്ട്. പിന്നെ അവരെന്ത് മടിയില്ല, ക്രൂരതയ്ക്ക് ഒരു മടിയും അവർക്കില്ല. ഹജ്ജിന് പോയി വരുന്ന കപ്പലുകൾ കത്തിച്ചുകൊണ്ടാണല്ലോ വാസ്കോഡിഗാമ തുടങ്ങുന്നത് 1502. ആദ്യം ആ കപ്പലിലെ സമ്പത്ത് കൊള്ളയടിച്ചു. പിന്നെ എന്ത് ചെയ്തു? ആ കപ്പൽ കത്തിക്കാണ്. അപ്പോൾ കത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? കത്തിക്കരുത്. 1700 ആളുണ്ട് കപ്പലിൽ. ആ കപ്പലാണ് കത്തിക്കണത്. വെറും കപ്പൽ കത്തിക്കല്ല, 1700 ആളെ കരയിലെത്തിയിട്ടുണ്ട്. ഇപ്പം അവർക്ക് കരയിൽ കയറാം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയതാണ്. അതിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് സാധുവായ ഈ സാമൂതിരി പറഞ്ഞു. എന്തുകൊണ്ട്? സാമൂതിരിക്ക് അത് ചിന്തിക്കാനേ കഴിയില്ല. മനുഷ്യന്മാരെ കത്തിക്കാറാണ്. അയാൾ ശുദ്ധ ഹിന്ദുവാണ്. അയാൾക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. അതേ സമയത്ത് മനുഷ്യ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത ക്രൂരത അവർ ചെയ്തു. എന്നിട്ടാണ് അവർ കേരളത്തിലേക്ക് കയറുന്നത്. ഇത് നമുക്ക് അവരെ മനസ്സിലാക്കാം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊരു പരസ്യമുണ്ട് നമ്മളെ ചില നാട്ടിൽ. ഞാനതൊക്കെ കാണുമ്പോൾ എന്താ മനുഷ്യന്മാർക്ക്, എന്തിനാ ഇവരെ എങ്ങനെ പർവ്വതീകരിച്ചത്? അവരെങ്ങനെ വന്നത്? അതിനുവേണ്ടി എന്തും ചെയ്യാമെന്ന് സമ്മതിരി പറഞ്ഞു. ശുദ്ധ ഹിന്ദുവാണ്, അയാൾക്കത് സമ്മതിക്കാൻ കഴിയില്ല. അപ്പം ഈ ഒരു ക്രൂരമായ മനസ്സോടുകൂടിയാണ് റോമക്കാർ AD 4-ാം നൂറ്റാണ്ടോടുകൂടി ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് മൊത്തം പേടിയായി. അവർ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുകയും ചെയ്യും, കൊള്ളയടിക്കും, പല പ്രശ്നങ്ങളും ചെയ്യും. അപ്പോഴാണ് AD 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുത്തുനബിക്ക് നബുവത്ത് കിട്ടിയത്. AD 632 മുത്തുനബി വഫാത്താവുമ്പോഴത്തേന് റോമക്കാർക്ക് പേടിയായിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു 30,000 വരുന്ന സൈന്യവുമായി തബൂക്കിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടി പുണ്യ റസൂൽ പോയപ്പോൾ അവർ തിരിച്ചുപോയി. അവർക്ക് 40,000 വരുന്ന പടമുണ്ടെന്ന്. പക്ഷെ തിരിച്ചുപോയി. എന്തുകൊണ്ട് തിരിച്ചുപോയി? വിവരറിയും. അപ്പോൾ ഒരു സുരക്ഷിതത്വം വന്നു. അപ്പോൾ ക്രിസ്തീയ രാജ്യങ്ങളെല്ലാം, ഏഷ്യയിലെയും ആഫ്രിക്കയിലുമുള്ള ഏകദേശ ക്രിസ്തീയ രാജ്യങ്ങളെല്ലാം പിന്നീട് ഹബീബ നബിയോട് കഴിയുന്നവരവർ, പിന്നീട് സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, പിന്നീട് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു, ഇവരോട് മുഴുവനും സന്ധ്യയായി, ഞങ്ങളെ റോമക്കാർ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തടയണം. അപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മൊത്തം ഒന്നിരിക്കൽ അവിടെ ആരാണ്? മുസ്ലിങ്ങളാണ് 7-ാം നൂറ്റാണ്ടോടുകൂടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ജൂതന്മാരാണ്.
ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ ഹിന്ദുക്കൾ, പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഹിന്ദുക്കൾ, ഇവർക്കൊന്നും പേടില്ലാതെയായി. ആരെ? റോമക്കാരെ. കാരണം ഇവിടെ ഒരു ശക്തിയുണ്ട്. ആര്? ഇസ്ലാം. അപ്പം അവരെല്ലാവരും പിന്നെ ചേർന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഉദാഹരണം പറയാം, ഞാൻ ഒറ്റ സംഭവം പറയാം. ഹിജ്റ 1-ാം നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ട ഹിജ്റ 61 എൻ്റെ ഓർമ്മ, ബഹുമാനപ്പെട്ട സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ കൊല ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു സംഘത്തെക്കുറിച്ച് ഞാൻ പണ്ടൊരു ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾ, അതായത് ഹുസൈൻ റളിയല്ലാഹുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹിന്ദുക്കൾ പടകെട്ടി ഓടി എങ്ങോട്ട്? കർബലയിൽ, ഇറാഖിലേക്ക്. ഇറാനും മുടിച്ചു കയറി. കാരണം അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ, അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വക്കിലാണ്. നേരെ എങ്ങോട്ട് കയറാം? കർബലയിലേക്കാണ് കയറാം. എളുപ്പമുണ്ടവർക്ക്, അതിന് വേണ്ടി ഓടി. പക്ഷെ അപ്പോഴത്തേന് അവിടെ എത്തിയപ്പോഴത്തേന്, ഇന്ത്യൻ പട അവിടെ എത്തിയപ്പോഴത്തേന് ഹുസൈൻ റളിയല്ലാഹു കൊല ചെയ്യപ്പെട്ടു. എൻ്റെ ചോദ്യം, എന്തിനാണ്? ഹുസൈൻ റളിയല്ലാഹുവിന് കയ്യിലൊന്നും ഇല്ലാത്ത ഒരാളാണ്, പൈസയില്ല, ഒന്നുമില്ല. ഹുസൈൻ റളിയല്ലാഹുവിന് സാമ്രാജ്യമല്ല, പിന്നെന്തിനാണ് ഹിന്ദുക്കൾ അങ്ങോട്ട് പോയത്? റസൂലുള്ളാഹി വരുന്നതോടുകൂടെ ഈ ബന്ധം, വല്ലാത്തൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു അക്രമിയെ വന്നിട്ട് ഒരു നാടിനെ കൊള്ളയടിക്കാനോ ആക്രമിക്കാനോ മുസ്ലിങ്ങൾ സമ്മതിക്കൂല. മനസ്സിലല്ലേ പറഞ്ഞത്? നമ്മളെ നിയോഗം 1-ാം പുസ്തകം, തിരുദൂതർ 1-ാം പുസ്തകം നോക്കിയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആദ്യമായി മുസ്ലിംസ് പട യൂറോപ്പിലേക്ക് പോകുന്നത് ഒരു ക്രിസ്തീയ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വായിച്ചിട്ടുണ്ടോ? അത് ആ പുസ്തകത്തിലുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനെ റാപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു നാട്ടിലെ നാട്ടുരാജാവും ഗവർണറുമായ ഒരാളെ, ഒരു പെണ്ണ് പഠിക്കാൻ പോയി സ്പെയിനിലേക്ക്. ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് രാജാവ് കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ തടവറയിലിട്ട് റേപ്പ് ചെയ്യും. അവസാനം വന്നിട്ട് മിസ്റിൽ വന്നു. ഈ നാട്ടുരാജാവും ആളുകളും ഞങ്ങളെ രക്ഷപ്പെടുത്തണം, എൻ്റെ മോളെ രക്ഷപ്പെടുത്തി തരണം എന്നാണ്. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിൻ്റെ പട ആദ്യമായി സ്പെയിനിലേക്ക് പോണത്. മനസ്സിലുള്ളത് ഒക്കെ വളരെ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് വന്ന്? ഇവർ 2 കൂട്ടരും ക്രിസ്ത്യാനികളുമാണ്. ചരിത്രം പഠിച്ചു നോക്കി, 2 കൂട്ടരും ക്രിസ്ത്യാനികളാണ്. ആര്? ഈ നാട്ടുരാജാവ് ക്രിസ്ത്യാനിയാണ്, അവിടെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ക്രിസ്ത്യാനിയാണ്. പക്ഷെ ആ പെണ്ണിൻ്റെ മാനോ അഭിമാനവും നഷ്ടപ്പെട്ടു, ജീവനും നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ മോളെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജാവ്, ആ നാട്ടുരാജാവ്, സ്പെയിനിലെ ക്യൂട്ട എന്നുള്ള പ്രദേശത്തെ നാട്ടുരാജാവ് വന്നിട്ട് മുസ്ലിങ്ങളോട് അപേക്ഷിക്കണം, മിസ്റിൽ വന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുക. അപ്പോൾ അക്കാലത്തൊരു അക്രമം നടന്നാൽ ആര്യാണ് AD 7-ാം നൂറ്റാണ്ടോടുകൂടി ഒരു അക്രമം നടന്നാൽ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും അക്രമം നടന്നാൽ ആരോട് വന്നിട്ടാണ് പറയുക? മുസ്ലിങ്ങളോട്. അതോടുകൂടെ കോളനികൾ തകർന്നു. ആരുടെ? യൂറോപ്പിൻ്റെ കോളനി തകർന്നു. പിന്നെ 2ാമത്തെ യൂറോപ്യൻ കോളനി വരുന്നത് AD 16-ാം നൂറ്റാണ്ടിലാണ്. കൃത്യമായി പറഞ്ഞ 1502. അതിൻ്റെ ഇടയിൽ അവർക്ക് കയറാനേ കഴിയില്ല. അപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾ ക്ഷയിച്ചു തുടങ്ങി. അതായത് AD 7-ാം നൂറ്റാണ്ട് മുതൽ AD 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അനങ്ങാൻ മുസ്ലിമീങ്ങൾ വിട്ടില്ല. അധിനിവേശം നടന്നിട്ട് ഈ കാലഘട്ടത്തിനിടയിൽ കോളനിവൽക്കരണമില്ല. നമുക്ക് ഒന്നും അറിയില്ല. ചരിത്രം പഠിക്കണം. ചരിത്രമാണ് എല്ലാം. ഫാത്തിഹയിൽ പോലും ഏറ്റവും വലിയ ആയത്ത് ചരിത്രമല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അത് ചരിത്രമല്ലേ? ഫാത്തിഹയിലെ വലിയ ആയത്ത് ചരിത്രം. ഏറ്റവും നമുക്കറിയാത്ത ചരിത്രം, എന്നാൽ ഏറ്റവും പഠിക്കേണ്ടത് ചരിത്രം. എല്ലാം അങ്ങനെയാണ്. ചരിത്രം അറിയാതിരിക്കുമ്പോൾ നമ്മളെ തോന്നിയ മാതിരി പോകാം. ഇപ്പം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമായുടെ 100-ാം വാർഷികം വരാൻ പോവാണ്. കാരണം 1926 തുടങ്ങി, 2026 വർഷം വരുമല്ലോ, ഉറപ്പല്ലേ?
നമുക്ക് ചരിത്രം അറിയില്ലെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി പോകാം. നമുക്ക് ചരിത്രം, നമ്മളിപ്പോൾ എന്താ പറയണത്, നമ്മൾ ഓരോ പ്രഭാഷണങ്ങളും നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് മുല്ലക്കോയത്തങ്ങൾ വന്നത്, ഇങ്ങനെയാണ് പങ്കക്കാരൻ, ഇവർ ഇതിനു വേണ്ടിയാണ് ചെയ്തത്. ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെക്കെതിരായതിനെ പ്രതിരോധിക്കാൻ നമ്മളിപ്പോൾ നിർബന്ധിതരാവും. ഈ ചരിത്രം അറിയില്ലെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി പോകാം. മനസ്സിലായില്ല? നമ്മളിപ്പോൾ എന്തിനത് തുടങ്ങിയ ഈ ഏർപ്പാട് എന്തിനാ തുടങ്ങിയത്? നമ്മളൊരു പെട്ടിപ്പീടി ഇട്ടു. നമ്മളിവിടെ ഈ റോഡ് സൈഡിൽ ഒരു പെട്ടി കച്ചവടം തുടങ്ങി, ഒരു പെട്ടി പീടിയുടെ കച്ചവടം തുടങ്ങി. എന്തിന്? പൊരയിലെ മീൻ വാങ്ങുക, ഇറച്ചി വാങ്ങുക, ചില്ലാനം നടക്കുക, അതിനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാണ്ട് പിന്നെ അവിടെ ഒരു പെട്ടി വെച്ച് പീടിയ നമ്മളെ ബാപ്പ തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. ബാപ്പക്ക് വേറെ ഏർപ്പാടുണ്ട്. ഇത് തുടങ്ങിയത് ഉമ്മാൻ്റെ ചെലവിനാണ്. മീൻ വാങ്ങാനും ഇറച്ചി വാങ്ങാനും ഒക്കെ പൈസ അവിടുന്ന് വൈകുന്നേരമായ ലേനം പോലത്തെ മീനും ഇറച്ചി പലവ്യഞ്ജന സാധനങ്ങൾ, അരി, എല്ലാ സാധനവും ഉമ്മാക്ക് അവിടുന്ന് കൊണ്ടുപോയി കൊടുക്കും. പിൽക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മകൻ ഈ പെട്ടിപ്പീടിയെ കൈകാര്യം ചെയ്തപ്പോൾ ഓൻ പറഞ്ഞു, ഇനി ഒരു ഉറുപ്പ്യ ദീന തരൂല എന്ന് പറഞ്ഞാൽ അവിടെ കുടുംബത്തിന് യുദ്ധത്തിന് ഇറങ്ങാം. എന്തുകൊണ്ട് ഇറങ്ങാം? ഇതിൻ്റെ ചരിത്രം അറിയും. ഇത് ഉമ്മാക്ക് ഇറച്ചി, മീനും, അരിയും, സാമാനം, പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് വാപ്പ തുടങ്ങിയതാണ്. ഇതിന് തരൂല എന്ന് പറയാൻ പറ്റൂല, വേറെയുള്ള നോക്കിക്കോളി. അത് നേരം കൊടുത്താൽ അവിടുന്നാണ് ഇറച്ചി വാങ്ങി കൊടുത്തേക്കല്, മീമായി. അങ്ങനത്തെ മനസ്സിലായി പറഞ്ഞത്. ഈ ചരിത്രം അറിയാത്തവർക്ക് ഈ ചരിത്രം വിൽക്കാൻ അറിയില്ല. പിന്നെ വിറ്റാലെന്താ? അത് വിൽക്കാൻ പറ്റൂല. എന്തേ? ഉമ്മാക്ക് ഇറച്ചി, മീനും പിന്നെ പലവ്യഞ്ജനം സാധനം വാങ്ങാൻ വേണ്ടി വാപ്പ തുടങ്ങിയത്. നമ്മളുടെ കാലത്തെങ്കിലും ഞാൻ വിൽക്കാൻ പറ്റൂല. അതിന് ചരിത്രം അതാണ്. ഏതൊരു കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ചരിത്രമാണ്. ചരിത്രം പഠിക്കണം. ഇപ്പം യൂറോപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പിന്നെ യൂറോപ്യൻ വിദ്യാഭ്യാസം നമുക്ക് വലിയ ദുരന്തം ഉണ്ടാക്കുമെന്ന് ഈ അടുത്ത കാലത്ത് മുഴുവൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യ വിദ്യാഭ്യാസക്കാർ മുഴുവനും എന്നെ തിന്നാനുള്ള പൂതിയിലാണ് അവർക്ക്. നടക്കൂല എന്നേ ഉള്ളൂ. നടക്കൂല. പക്ഷേ എന്തുകൊണ്ട് അവരതിന് കാരണം എന്താ? എന്തിനാണ് ഇസ്ലാമിൻ്റെ സോഷ്യൽ സൈഡ് അവർക്ക് അറിയില്ല. ഇസ്ലാമിൻ്റെ ഒരു സംഗതിക്ക് അതിൻ്റെ സ്പിരിച്വൽ സൈഡ് ഉണ്ടാവും, അതിൻ്റെ ഫിസിക്കൽ സൈഡ് ഉണ്ടാവും, അതിൻ്റെ സോഷ്യൽ സൈഡ് ഉണ്ടാവും, അതിൻ്റെ ഇൻഡിവിജ്വൽ സൈഡ് ഉണ്ടാവും, പലതും ഉണ്ടാവും. ഓരോ സൈഡുകളുണ്ടതിന്. എന്തിനാണ് സാമൂഹികമായ ഇസ്ലാം ഈ അക്രമത്തെ തടഞ്ഞു നിർത്തും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം നടത്തിയ യുദ്ധം ഖുറൈശികൾ 630 ഖുറൈശികളെ കഥ കഴിഞ്ഞു. മക്ക ഫത്ത് കഴിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മുഴുവനും എന്താണ്? യൂറോപ്പിനെ ഒതുക്കുക. മക്കയിലും കയറിക്കൂടിയത് ആരാ? യൂറോപ്പന്നെ. എന്നാൽ മക്കനെ ശുദ്ധീകരിച്ചു. ഇനി അത് വരുന്ന വഴി ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് മൂത്തയിലേക്ക് ഈ കത്ത് കൊടുത്തേക്കുമ്പോൾ കത്ത് മനസ്സിലായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ റോമക്കാർ പിടികൂടിയിട്ട് എന്ത് ചെയ്തു? ഏത് റോമക്കാർ? 2ാം റോമക്കാർ. ഇവിടെയുള്ള റോമക്കാർ, മറ്റേ ഇറ്റലിയിലെ റോമക്കാരല്ല. 2 റോമക്കാരുണ്ടെന്ന് പറഞ്ഞാലോ. ഇവരെ ആ കത്ത് കൊണ്ടുവന്ന് ദൂതനെ പിടിച്ച് കൊന്നു. ഒരു ദൂതനെ കൊല്ലാൻ പാടില്ല എന്ന നിയമമാണ്. ഏത് യുദ്ധം നടക്കുന്ന നാട്ടിലും ദൂതനെ കൊന്നാൽ അന്താരാഷ്ട്ര കോടതിയാണ് ആ കേസ് എടുക്കുക. മനസ്സിലായില്ല? ഏത് നാട്ടിലും ദൂതന്മാരെ കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ട്? നാട്ടിൽ എന്ത് സമാധാനം നന്മയും നടക്കണമെങ്കിൽ ആര് നടക്കണം? ദൂതന്മാർ നടക്കണം. അതുകൊണ്ട് ദൂതനെ കൊല്ലാൻ നോക്കുന്നത് ഇൻ്റർനാഷണൽ കുറ്റാണ്. അപ്പം ലോകത്തിന് ഒരിക്കലും ഏത് കാലത്തും എന്നും ദൂതന്മാരെ കൊല്ലാൻ പാടില്ല. ദൂതന്മാർക്ക് ഒരാളെ കൊല്ല. ഒരു ദൂത് നടത്തുമ്പോൾ അതിന് എതിര് നിന്നാൽ കൊല്ല. അപ്പം പഴയ കാലത്ത് നമ്മുടെ പോസ്റ്റലുണ്ടായിരുന്നു. പോസ്റ്റല് അപ്പോൾ അഞ്ചലക്കത്തുകൾ എന്ന് പറയാം. അഞ്ചലക്കത്ത് എന്ന് പറയാം പഴയ പോസ്റ്റല്. പിന്നെ പെഷവാർ മുതൽ ഗുവാഹട്ടി വരെയാണ് ആദ്യമായി ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം തുടങ്ങുന്നത്. ആ പോസ്റ്റൽ സംവിധാനം നൂറ്റാണ്ടുകളിലോ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. എങ്ങനെ പോസ്റ്റൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ടാക്കുഖാന, ഈ എന്താ പറയുക, പോസ്റ്റലിൻ്റെ പിന്നെ ഒരു സ്ഥലത്തെ കത്തുകളെത്തും, അതൊരു ചാക്കിലിടും. ഒരു എന്താ പറയുക, കനം കുറഞ്ഞ ഒരു ചാക്ക്, ഒരു തുണി കൊണ്ടുള്ള ഒരു ചാക്ക്, അത് മറ്റേ കളർ എന്താ പറയുക,
കാക്കി കളറിലുള്ള ചാക്ക് അതിലെടുത്തിട്ട് ഒരാൾ കത്തി കൈ പിടിക്കും, ഓടും. കത്തി കൈ പിടിച്ച് ഓടുക, ഓടുക. അപ്പുറത്ത് അയാൾക്ക് നിശ്ചയിച്ച ബൗണ്ടറിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടാവും. അയാളെ കയ്യിൽ ഈ കത്താണ്ട് കൊടുക്കും, അയാളെ കയ്യിൽ അതേമാതിരി സാധനം ഉണ്ടാവും, അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. എന്തിനാ കത്തി കൈ പിടിക്കണ്? ഇതിനിടയിൽ ആരെങ്കിലും തടഞ്ഞാൽ ഓനെ കത്തിയിടും, കത്തി നരമകിക്കൂല. മനസ്സിലായില്ല? ഇങ്ങനെയാണ് ഗുവാഹട്ടി മുതൽ പെഷവാർ വരെയാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ സംവിധാനം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പോസ്റ്റൽ സംവിധാനവും ഇന്ത്യയുടേതാണ്. അമേരിക്കയുടേതല്ല, ബ്രിട്ടൻ്റെ അല്ല. ലോകത്തൊരു രാജ്യത്തിനും നമ്മളെ പോസ്റ്റൽ സംവിധാനം പോലല്ല. നമുക്ക് തറവാടിത്താണ്. ലോകത്താദ്യമായി പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ പോസ്റ്റൽ സംവിധാനത്തിനൊക്കെ ലോകത്ത് വലിയ വിലയാണ്. ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സംവിധാനം ഒരു സ്റ്റാമ്പ് ഇറക്കിയാൽ അതിന് ലോകത്തന്നെ വിലയുണ്ട്. അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാമ്പ് ഇറക്കി ശിഹാബ് തങ്ങളെ പേരിൽ. അതങ്ങനെ ഇറക്കൂല. അത്രയും പ്രധാനപ്പെട്ട ആളുകൾക്ക് പോസ്റ്റർ സ്റ്റാമ്പ് ഇറക്കുള്ളൂ. ശിഹാബ് തങ്ങൾ ചരിത്രത്തിൽ ഇപ്പോൾ ശിഹാബ് തങ്ങൾ ബാഫക്ക് തങ്ങൾ വെച്ചിട്ട് പോലും ഒരു പോസ്റ്റ് അങ്ങനത്തെ സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്തു? സ്റ്റാമ്പ് ഇറക്കി. ഇന്ത്യൻ സർക്കാർ സ്റ്റാമ്പ് ഇറക്കി. അതൊക്കെ സംഭവമാണ്. അപ്പം ഈ സംവിധാനത്തിന് അക്കാലത്ത് ഈ സംവിധാനം വരുമ്പോൾ കത്തി കൈ പിടിച്ചിട്ട് ഓടും. കാരണം ഇത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനിടയിലൊന്നുണ്ട്, ദൂത് നടത്തുന്നവർക്ക് വേണമെങ്കിൽ തടയുന്നവരെ കൊല്ലാം. അവരെ ഉപദ്രവിച്ചാൽ ഇൻ്റർനാഷണൽ കോടതി പോലും കേസെടുക്കും. അപ്പം ലോകത്തെ എല്ലാ മര്യാദയെയും ലംഘിച്ചുകൊണ്ടാണ് റോമക്കാർ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഈ ദൂതനെ കൊന്നത്. അപ്പോൾ അതിനെതിരെ 3000 വരുന്ന പടയെ പുണ്യ റസൂൽ റോമക്കാർക്കെതിരെ അയച്ചു. അപ്പോഴത്തേന് മക്കാർ ഒതുങ്ങിയിട്ടുമുണ്ട്. ആ പട പിന്നെ തിരിച്ചു വന്നു. ആ പട തിരിച്ചു വന്നപ്പോൾ കുറച്ച് ആളുകൾ വഫാത്തായി. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അവരൊക്കെ വഫാത്തായി. വേറെയും ചില ആളുകൾ വഫാത്തായി. 12ഓളം ആളുകളെന്നും അഭിപ്രായം കാണുന്നുണ്ട്. വേറെ അഭിപ്രായങ്ങളുണ്ട്. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞൊരു ശത്രുവിനെ എന്നെ തോൽപ്പിക്കാതെ തിരിച്ചു വന്നപ്പോൾ മക്കാർ മദീനക്കാർ ഇവരെ കളിയാക്കി. ഫുറാർ പറഞ്ഞു. ഫറാറിന ഓടി എന്നാണ്. ഫുറാർ ഓടിപ്പോന്നവരാണ് ഇവർ കളിയാക്കി. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല, അവർ ഫുറാറല്ല, വലാക്കിൻ ഖുറാർ എന്ന്. അവർ ഖുറാറാണ്. ഖുറാർ എന്ന് പറഞ്ഞാൽ കറ എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിച്ചു ചെയ്യുന്നവർ. ഒരു സംഘത്തിനെ കുറിച്ച് മാത്രമേ നബി പറഞ്ഞിട്ടുള്ളൂ. എന്ത്? ആവർത്തിച്ച് ചെയ്യുന്നവർ. അതായത് ലോക അവസാനം വരെ ഈ പണി അവസാനിക്കൂല. ആർക്കെതിരെ? റോമൻ അധിനിവേശത്തിനെതിരെ ഞങ്ങളെ പണി നിൽക്കുന്നല്ല. അവർ നന്നാകാത്ത കാലത്തോളം നമ്മളെ പണി നിർത്തൂല. അവർക്കെതിരെ നമ്മൾ പടം നയിച്ചുകൊണ്ടേയിരിക്കും. അവർ നന്നാകാൻ പോകണില്ല. അതുകൊണ്ട് നമ്മളെ പണി നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ റോമക്കാർ ഈ ഒതുങ്ങി നാടുകൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു. ഇപ്പം ഈ ബ്രിട്ടൻ, ഇപ്പം നിങ്ങളിപ്പോൾ പറയണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, മറ്റവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഈ സ്വാതന്ത്ര്യം നേരത്തെ കിട്ടിയിട്ടുണ്ട്. AD 7-ാം നൂറ്റാണ്ടിൽ. മനസ്സിലായില്ല? ആരുടെ കയ്യിൽ നിന്ന്? ഈ റോമക്കാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഏഷ്യൻ രാജ്യങ്ങൾക്ക്. ആര് കാരണം? സ്വഹാബികൾ കാരണം, താബിഈങ്ങൾ കാരണം. ഇത് 2ാം യുദ്ധവും 2ാം സ്വാതന്ത്ര്യ സമരമാണ്. അതും അന്തണ്ടോ മുസ്ലിമീങ്ങൾക്ക്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കോളനികൾക്കെതിരെ ആദ്യമായി യുദ്ധം ചെയ്തത് മുഹമ്മദ് നബിയുടെ പട്ടാളാണ്. അതിന് മുസ്ലിമീങ്ങൾക്ക് എന്താ അറിയുക?
മൊത്തയിലേക്ക് റസൂലുള്ള പടയെ പറഞ്ഞയച്ചു. ആന്നറിയാം, നമ്മൾ കരഞ്ഞു പിരിയും. എന്തിന്? ഒക്കെ കരയുള്ളതാണ്. നമ്മൾ ജാഫർ മറ്റേ എന്താ പറയുക, ജാഫർ റളിയല്ലാഹുവിൻ്റെ കൈ വെട്ടി. ഇതാണ് ഇപ്പം നമ്മുടെ വിഷയം. എന്തിന് കൈ വെട്ടി? ആര് വെട്ടി? എന്തിന് വെട്ടിച്ച്? കരച്ചിലൊക്കെ നിർത്തി. ഇതെന്തിന്? നമ്മളിപ്പോൾ കരയിനോട് കൂടെ ബക്കറ്റ് പിരിവ് നടത്തി പാൽ കുപ്പി 10,000 റുപ്യക്ക് വിതരണം ചെയ്ത് വെള്ളം കുത്തി. എന്തിന്? ആ മൂലിർക്കോറിയിൽ എന്തിന്? സത്യം ഞാൻ കുറ്റം പറയല്ല, ആർക്കും അറിയില്ല എന്നല്ല, അറിയുന്ന എനിക്ക് തോന്നണില്ല എന്നറിയാണ്. എന്തുകൊണ്ട്? ഇതവിടെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? റോമൻ അധിനിവേശത്തിനെതിരെയാണ് ഹബീബ റസൂലുള്ളാഹി പട നടത്തിയത്. അപ്പോൾ പിന്നീട് തബൂക്കിലെ ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ റസൂലുള്ളാഹി സംരക്ഷിച്ചു റോമക്കാരിൽ നിന്ന്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്കിപ്പോൾ ചെന്ന് പറയാൻ പറ്റിയൊരു കൂട്ടരുണ്ട്. ആര്? മുസ്ലിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ക്രിസ്തീയ നാടുകൾ മൊത്തം ഉണ്ടായി. അതിൽ തോളോട് തോള് ചേർന്ന് നിന്നു ആര്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ജൂതന്മാരും. കുറവാണ്, പക്ഷെ കൂടുതൽ നിന്ന് ഇവരാണ്. ആര്? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്നു. അതിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ കോളനിയായിരുന്നു അന്ന്, ഒക്കെ സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഇപ്പം മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഇസ്താൻബൂളിലേക്ക് പോകുന്ന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു നാട്ടുരാജ്യം, പല്ല് കൊഴിഞ്ഞു വീണിക്കണം. അവരുടെ കയ്യിലൊന്നുമില്ല. എന്തുകൊണ്ട്? അതൊക്കെ ആരും ലെവലാക്കി എടുത്തിട്ടുണ്ട് സഹാബികൾ. പക്ഷെ അതവർ ഭദ്രമായ സ്ഥലമാണ്, അവിടെ ആക്രമിച്ച് കയറാൻ കഴിയില്ല. അതാണ് ആ കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ടയുടെ പ്രത്യേകത. ഭയങ്കര ഒരു കപ്പലിനോട് കയറാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ചെങ്കുത്തായ മലയാണ്. ആ മലയുടെ മുകളിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ട. അപ്പോൾ കപ്പലിനെത്താം. കപ്പലുകാർ എങ്ങനെ കയറും? ആര് കയറിയാലും അവർക്ക് ഒറ്റ ഒട്ടിയാൽ മതി. അതിനാണ് എന്ത് ചെയ്തത്? അതിന് മുസ്ലിങ്ങൾ കപ്പലിനെ ഏറ്റി. ലോക ചരിത്രത്തിൽ അത്ഭുത സംഭവം. കിലോമീറ്ററുകളോളം കപ്പൽ പോകാൻ വേണ്ടി എണ്ണ ഒഴിച്ചു. എന്നിട്ട് കപ്പലിനെ എണ്ണയെ കൂടെ ഉന്തി. മരം മുറിച്ചിട്ട് എന്ത് ചെയ്തു? മരം മുറിച്ചു. ആ ഏരിയയുള്ള മരം മുറിച്ചിട്ട് നേരെ കടലിൽ നിന്ന് നേരെ മരം മുറിച്ചിട്ടു മരത്തുമ്മലേക്കാണ് കയറ്റി. എന്തിനെ? കപ്പലിനെ കയറ്റിയാണ് കൊണ്ടുപോയിട്ട് അതിലൊക്കെ എണ്ണ ഒഴിച്ചു. അപ്പം എണ്ണ മരത്തുമ്മ കൂടെ ഒഴിച്ചു. എന്നിട്ട് ഉന്തും. അപ്പം ഒരു വെള്ളത്തിൽ കൂടെ പോണ മാതിരി തന്നെയാണ് കപ്പലാകുക. കപ്പൽ സ്പീഡിൽ പോകും. കപ്പലിലാരും ഇല്ല, കപ്പലിനെ ഉന്തുക. എണ്ണ മരത്തുമ്മലൂടെ എന്ത് ചെയ്തു? എണ്ണ ഒഴിച്ചിട്ട് കയറ്റിക്കൊണ്ടുപോയി. 100 കണക്കിന് കപ്പൽ, 1ഉം 2ഉം അല്ല. എന്നിട്ട് നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നേരെ അവിടെ ഒരു കടലുണ്ട്, ചെറിയൊരു ചെറുകടൽ. അതിലേക്കൊണ്ട് ഇറക്കി. നേരെ വെളുത്ത് നോക്കുമ്പോഴത്തേന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റോമക്കാർക്ക് ഇതെന്താ അവിടെ നടക്കണമെന്ന് മനസ്സിലായില്ല. പിറ്റേന്ന് നേരം നോക്കുമ്പോൾ കൊട്ടാര വാതിൽക്കൽ 100 കണക്കിന് കപ്പൽ. അതന്നെ പിടിച്ചെടുത്തു. അന്ന് പിടിച്ചെടുക്കുമ്പോൾ അവരെ കയ്യിലാകെ ഒരു നാട്ടുരാജ്യമാണ്. മറ്റ് രാജ്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ എക്കാലത്തും മുസ്ലിമീങ്ങളുടെ കൂടെയാണ്, ഇന്നും മുസ്ലിമീങ്ങളുടെ കൂടെയാണ്. എന്നും ഞാൻ പറയട്ടെ, ഇവിടെ ലവ് ജിഹാദ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാദിച്ചതാരാ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. ഇപ്പം ലാറ്റിൻ ക്രൈസ്തവ സഭയ്ക്ക് അവരുടെ പരമാധികാരി പോപ്പാണെങ്കിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് പാത്രിയാർക്കി എന്നാണ് പറയുക. ഇന്ന് സിറിയൻ ഓർത്തഡോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് അബ്ദുൽ കരീം എന്നാണ്.
അവരെ പാർത്തറിയാക്കി. ഇപ്പം കഴിഞ്ഞ മാസം കേരളം സന്ദർശിച്ചിരുന്നു അബ്ദുൽ കരീം, മനസ്സിലായി, ഫാദർ അബ്ദുൽ കരീം ആണ് എന്ത് ഓർത്തഡോക്സികളെ ഏറ്റവും വലിയ നേതാവിൻ്റെ പേര്, അതായത് പോപ്പ് പോപ്പ് ലാറ്റിൻ സഭക്കാണ് പോപ്പ്, ഓർത്തഡോക്സുകാർക്ക് പാർത്തറിയാർക്കിയാണ്. ഇപ്പോഴത്തെ പാർത്തറിയാർക്ക് സിറിയൻ പാർത്തറിയാർക്കിയുടെ പേരാണ് എന്ത് അബ്ദുൽ കരീം. കാരണം അദ്ദേഹം അറബ് രാജ്യത്താണ്. നിങ്ങൾ വിചാരിക്കേണ്ട അദ്ദേഹം മുസ്ലിം എന്ന് കൺവേർട്ട് ചെയ്തതല്ല. അദ്ദേഹം പരമ്പരാഗതമായി ആരാണ്? അവർ അറബികളാണ്, ക്രിസ്ത്യാനികളുമാണ്. അവരെ ബൈബിൾ മൊത്തം അറബിയിലാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അവരെ ക്രിസ്തീയ കിതാബുകൾ മൊത്തം അറബിയിലാണ്. കാരണം അവർ നിലനിൽക്കുന്നത് എവിടെയാണ്? അറബ് രാജ്യത്താണ്. ഇവർ മുസ്ലിങ്ങളൊരു യുദ്ധം ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല. ഏതുവരെ? ISIS വരുന്നവരെ. അതുകൊണ്ടാണ് ISISനെ മുസ്ലിം ലോകം മുഴുവനും ആക്ഷേപിച്ചത്. അവർ ക്രിസ്ത്യാനികളെ ചർച്ചകൾ ആക്രമിച്ചു. അത് പാടില്ല. കാരണം ഇതിനൊക്കെ പുഷ്പം പോലെ വലിച്ചെറിയാൻ പറ്റിയൊരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ടും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തവരാ സ്വഹാബികളും താബിഈങ്ങളും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് അവരെ കൂടെ നിർത്തി, ഒന്നിച്ചു നിർത്തി മുസ്ലിങ്ങളും. കാരണം ഒമൻ ഷാഅ ഫല്യുമിൻ ഒമൻ ഷാഅ ഫല്യക്ഫുർ. ഇതാണ് ഖുർആൻ്റെ രീതി. ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. ആ ഒരു കഴിവ് മുസ്ലിമീങ്ങൾക്ക് ക്ഷയം വരുന്നത് 15-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് വീണ്ടും അവരെന്തായി? കോളനൈസേഷൻ തുടങ്ങി 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഈ കോളനൈസേഷൻ തടഞ്ഞു നിർത്തിയതും രാജ്യങ്ങൾക്ക്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതും ആരാണ്? സ്വഹാബികളും താബിഈങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ താല്പര്യം എന്താണ്? ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് എന്താ? യൂറോപ്പ്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മനുഷ്യരാശിയുടെ നാശത്തിലേക്കും കയറി വരുന്നതിനെ തടയുക. അതിപ്പോൾ നമ്മൾ മറന്നോ? ഇപ്പം നമ്മൾ തന്നെ വലിച്ചോല കൊണ്ടുവരികയാണ്. അതന്നെ. ഒരു കാലത്ത് നമ്മളെ പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ ചില പ്രഭാഷകന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഞങ്ങളെ മേൽ വെച്ചെട്ടിയതാണ്. അതൊക്കെ പച്ച നോണയാണ്. ഇവർ പറയണ നോണയാണ്. ഇന്നത്തെ പ്രഭാഷകന്മാർ പറയണ നോണയാണ്. പച്ച നോണ, നോണ, കല്ല് വെച്ച നോണ. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷ എന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനോടുള്ള ദേഷ്യമാണ്? യൂറോപ്പുള്ള ദേഷ്യമാണ്. അതാണ്. അപ്പം അതിൻ്റെ സിംബോളിക് വാക്കാണ്. എന്തുകൊണ്ട്? ആ ഭാഷ വന്ന ആ സംസ്കാരം വരും. ഒരു ഭാഷയിലൂടെ ആ സംസ്കാരം കയറി വരും. മനസ്സിലായോ പറഞ്ഞത്? ഒരു ഭാഷ വന്നാൽ ആ ഭാഷയുടെ സംസ്കാരം കയറി വരും. യൂറോപ്പിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സംസ്കാരമാണ്. ആ കയറി വന്നാൽ ഏഷ്യൻ സംസ്കാരം തകരും. അതുകൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? നമുക്കിനിപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് നടക്കാൻ കഴിയൂല. കുട്ടികൾ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് പഠിച്ചു? ഇംഗ്ലീഷിൽ പ്രസംഗിച്ച ഭയങ്കര ഉമ്മാക്കും പാപ്പാക്കും തീർപ്പതി. ഇസ്ലാമിനെ പൊളിക്കണമെന്നാ പ്രസംഗിക്കണം. നിങ്ങളാരും പതറണ്ട. പതറിയിട്ട് കാര്യമില്ല. തെറ്റ് തിരുത്താൻ നോക്കുക, അത്രയേ ഉള്ളൂ. പതറിയാൽ ഇനി ഒരടിക്ക് നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. എൻ്റെ കയ്യിൽ 100 ആയുധങ്ങൾ ഇനി ബാക്കിയാണ്. ആരും കളിക്കണ്ട. കളിച്ചൊരു അടി എന്നെ കൊണ്ട് ഇനി അടുപ്പിക്കരുത്. അടിച്ചാൽ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ബാക്കി ഉണ്ടാകണം എന്ന് എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ അടിക്കാത്തത്. നമ്മളൊരേ ബഹുമാനിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. എന്തുകൊണ്ട്? ഈ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ തെറ്റ് തിരുത്തണം, അത്രയേ ഉള്ളൂ. ഈ സംവിധാനം നശിക്കാൻ പാടില്ല. സംവിധാനം നശിപ്പിക്കാൻ ആണെങ്കിൽ അങ്ങനെയല്ല പറയുക. എൻ്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചെന്ന ഒരുപാട് തൗഫീഖ് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത തെറ്റുകളാണ്. അതൊന്നും പുറത്താക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ആളുകളെ മോശമാക്കാൻ ഉദ്ദേശമില്ല. ആ സ്ഥാപനത്തിൻ്റെ നേതാക്കളുടെ ഒന്നുമില്ല. ആ സ്ഥാപനം നശിപ്പിക്കരുത്, ഒരു ഉദ്ദേശമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയാ. തെറ്റ് തിരുത്തണം. തിരുത്തൂല എന്നാണെങ്കിൽ തിരുത്തിക്കും. തിരുത്തൂല എന്ന് വിചാരിക്കണ്ട, നിങ്ങൾ തിരുത്തും.
റഹ്മത്തുള്ളാഹിൻ്റെ നാവിനൊതുങ്ങാൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്തുകൊണ്ട്? എനിക്ക് വേറെ താല്പര്യങ്ങളില്ല, എൻ്റെ റബ്ബിൻ്റെ താല്പര്യമുള്ളൂ. ഇതൊക്കെ നമ്മളെ കുട്ടിക്ക് വരുന്ന തെറ്റുകളാണ്. അവർ നന്നാകണം, സമൂഹം നന്നാവണം, ലോകം നന്നാവണം. നമുക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ മരിച്ചതിൻ്റെ പിറ്റേന്ന് അള്ളാഹിൻ്റെ മലക്കൾ തമ്മിൽ പറയാം, അയാളേതായാലും കുറച്ച് പണിയെടുത്തു, അത്രയും ആവശ്യമുള്ളൂ. നാട്ടുകാർ പറയാൻ ഒരു ആവശ്യമില്ല. നാട്ടുകാർ പിന്നെ നമുക്ക് നേരുള്ളൂ, ഞങ്ങൾ ആവശ്യമില്ല. മലക്കുകൾ പറയും. മലക്കളേതായാലും അവസരവാദിയായിട്ടില്ല. മനുഷ്യന്മാരാണ് ഇപ്പോൾ അവസരവാദികളായത്, മലക്കൾ അവസരവാദികളല്ല. പിന്നെ അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾക്കൊന്നും അമലില്ല. അള്ളാഹിൻ്റെ കോടതിയിൽ നേരിന് വേണ്ടി ഒരു പണിയെടുത്ത പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുതിയ കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കണം, റമദാൻ മാസത്തിലെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റിച്ചൂടെ. അല്ലാതെ എന്നാ അള്ളാഹിനോട് പോയി പറഞ്ഞോളാ. ആദ്യത്തെ റമദാനിലാണ് അള്ളാഹ് ബദർ യുദ്ധം ഉണ്ടാക്കിയത്. അള്ളാഹിനെ ഉപദേശിക്കുന്ന കുറച്ച് മുസ്ലിമീങ്ങളുണ്ട് ഇപ്പോൾ, വേണ്ടില്ലാത്ത പണി. എനിക്കിപ്പോൾ 10 പോത്തിനറച്ച് മുണങ്ങാൻ കഴിഞ്ഞത് ഓല് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ്. പോത്തിൻ്റെ ബുദ്ധി ബദരീങ്ങളാണ്ടിനറക്കണ പോത്തിൻ്റെ ബുദ്ധി എനിക്കില്ല. പോത്തിന് പറയാ എന്ത് നറുത്തോട്ടെ, അത്രയും നല്ല. റമദാൻ മാസത്തിൽ അസത്യത്തിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സത്യവാദികളെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്നെ അറുക്കുന്നത്. റമദാൻ പ്രശ്നം ഉണ്ടാക്കേണ്ട കാലാണ് എന്ന് ആർക്കറിയാം? പോത്തിനറിയാം. ഈ പോത്തിനെ അറുത്ത് മുണുങ്ങ, എനക്കതറിയില്ല. സമാധാനത്തിൻ്റെ കിതാബല്ല ഖുർആൻ. സമാധാനം അതിൽ എമ്പോടെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ സമാധാനമുണ്ട്. പക്ഷെ അതൊക്കെ ഖുർആൻ്റെ പേര് സമാധാനം എന്നല്ല, അൽ ഫുർഖാൻ. എന്താ അതിൻ്റെ അർത്ഥം? തെറ്റിനെയും ശരിയെയും തമ്മിൽ വേർതിരിക്കുന്ന കിതാബാണ്. പോത്തിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ചോളാം. ഇങ്ങനെ കളകളകളെന്ന് ഓതിയിട്ട് കരുതി എന്തടത്തിൻ്റെ പേര്, എന്തടതിൻ്റെ പേര് ഇങ്ങനെ കളകളെന്നാണ് ഓതല്ലോ. ഇതെന്തതിൻ്റെ പേരെന്താ? നിങ്ങൾക്ക് അങ്ങനെ ഓതിയിട്ട് സ്വർഗം അങ്ങനെ ദള്ളാക്കിയ എന്തിനാ ദള്ളാക്കിയത്? നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഓതിയിട്ട് ഇങ്ങനെ ഓരോ അറഫിനും 70 ഇരട്ടിന്ന് ഇങ്ങനെ എണ്ണി ഇങ്ങനെ പോക്കാനോ? എന്താ പറയുക, അള്ളാഹിനെ ഉപദേശിക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ റമദാൻ മാസത്തിൽ വേണ്ടിയില്ലായിരുന്നു എന്നാൽ ജാതി അള്ളഹാനോട് പറയുന്നേ. റമദാൻ മാസത്തിൽ വേണ്ടിയില്ലായിരുന്നു. ഈ പ്രശ്നം ആദ്യം ഉണ്ടാക്കിയ ആളല്ലേ? റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ മാസമാണ് എന്ത്? പക്ഷെ അതെന്തിനായിരിക്കണം? തെറ്റിനെയും ശരിയെയും വേർതിരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ കർമ്മ, അതിൻ്റെ പണം. അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കിനെയും ബാത്തിലിനെയും തമ്മിലാണ് വേർതിരിച്ച്. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അതാണ് ആരെ പണി? ഖുർആൻ്റെ പണി, റമളാൻ്റെ പണി. അതിന് അന്തമാണ്, അന്നല്ലവർക്കെതിരെയുള്ളൂ. നല്ലോണം മനസ്സിലാക്കണം. നമുക്കൊരു ലക്ഷ്യമില്ല, ബാത്തിൽ ഇല്ലാതാവണം, ഇത് മാത്രം ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹക്കുണ്ടായിക്കോളും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ ജനങ്ങളെ. മനസ്സിൽ നിങ്ങളൊക്കെ എനിക്ക് കയ്യേരും. നന്നായി നന്നായി, അത്രേ ആവശ്യം. സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവാം. എന്നെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ, അതൊന്നും പ്രശ്നമില്ല. എതിർത്താലും പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞു കൊണ്ടുവരണത് നിങ്ങൾ ചിന്തിക്കണം. ബുദ്ധി വേണം, മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കണം. അപ്പം ഞാനീ പറഞ്ഞു, ഈ തിരുദൂതർ 1-ാം പുസ്തകം, ഇത് 2-ാം പുസ്തകമാണ്. തിരുദൂതർ 2-ാം ഭാഗം നിറവ്. 1 നിയോഗം. പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്നതാണ് 1-ാം പുസ്തകത്തിലെ ആശയം. അത് അന്തത്തോടുകൂടെ വായിച്ചാൽ എളുപ്പം മനസ്സിലാവും. നീ വീണ്ടും വീണ്ടും വായിക്കുക. ആ പുസ്തകം വായന നിർത്തരുത്, വീണ്ടും വീണ്ടും ആ പുസ്തകം വായിക്കണം. ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ ലക്ഷ്യം, സാമൂഹികമായി ഇസ്ലാമിനെ നിർവഹിക്കാനുള്ള പണി എന്താണെന്ന് അപ്പാണ് മനസ്സിലാവും. ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞു, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നത് 2 നിലക്ക് സംഭവിക്കും. ഒരു നിലക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേൽ പടിഞ്ഞാറ്
ആധിപത്യം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇസ്ലാം വന്നത്. പിന്നെ വീണ്ടും അവരെന്താവും? ആധിപത്യം തുടങ്ങും. അത് ലോകാവസാനം. ഇനി ഇതിൻ്റെ തലേന്ന് തീരണീൻ്റെ പിടി പൊട്ടുന്നതിൻ്റെ തലേന്ന് മഹദി മുഹമ്മദ് വന്നൊന്ന് ലെവലാക്കും. അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര കാലം അതെനിക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് ഈ രണ്ടാം സമയത്ത്, അതായത് ഒരു കാലത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുവനും പടിഞ്ഞാറൻ രീതികളും നിയമങ്ങളും, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഈ അവസ്ഥയൊക്കെ കുറവാണ്. പക്ഷെ അതേ സമയത്ത് അവരുടെ ശൈലിയുണ്ട്. എന്താ അവരുടെ ശൈലി? പൈശാചികത തന്നെ. തിന്മ, തോന്നിയാസം എന്നാണ് തിന്മ തന്നെ, തോന്നിവാസം. അതായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. അതാണ്ട് ഒതുക്കി. പിന്നെ AD 16-ാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാമിക സംഘശക്തി ക്ഷയിച്ചു. അപ്പോൾ അവർ വീണ്ടും കയറി വന്നു. 16-17 നൂറ്റാണ്ടുകൾക്ക് യൂറോപ്പിൽ എന്താ പറയുക, റെനൈസൻസ്, നവോത്ഥാനം. അവർക്കൊരു പുത്തൻ ഉണർവ് വന്നു. ഇസ്ലാമിക സംഘശക്തി AD 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ ക്ഷയിച്ചു. അപ്പോൾ ഒരു 16-ാം നൂറ്റാണ്ടിൽ കയറി. 16, 17 അവരുടെ റെനൈസൻസ് ആണ്. മനസ്സിലായില്ലേ? പിന്നീട് എൻലൈറ്റ്മെൻ്റ് ആണ്. പിന്നീട് വന്നത് വാർസാണ്, യുദ്ധങ്ങൾ. 20-ാം നൂറ്റാണ്ട് യുദ്ധമാണ്. 16, 17 നൂറ്റാണ്ടുകൾ റെനൈസൻസ് ആണ്, നവോത്ഥാനം. പിന്നെ അവരുടെ എൻലൈറ്റ്മെൻ്റ് ആണ് 18, 19. 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ വാർസാണ്, യുദ്ധങ്ങൾ. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും യൂറോപ്പിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റിലാണ് ഇപ്പോൾ ലോകമുള്ളത്. അതോടുകൂടെ ഏഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം എന്ത് വന്നു? യൂറോപ്യൻ സിസ്റ്റം. നമ്മളൊക്കെ യൂറോപ്യന്മാരാണല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം യൂറോപ്യൻ സംവിധാനമാണല്ലോ. നമ്മളെല്ലാം യൂറോപ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് യൂറോപ്യൻ എൻലൈറ്റ്മെൻറ്റ് ഇങ്ങോട്ട് കയറി. അതിന് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ പറയുന്നതാണ്. അവരുടെ ജ്ഞാനോദയം. അവർക്ക് അങ്ങനെ ജ്ഞാനമില്ല, പൈശാചികതയാണ്. അതിന് നിങ്ങൾ വഴിപ്പെടും, അടിമപ്പെടും. ചെരുപ്പിന് ചെരുപ്പ് പൊക്കുന്നത് പോലെ യൂറോപ്യൻ സംസ്കാരം നിങ്ങളുടെ നാട്ടിലേക്ക് കയറി വരും എന്ന് പുണ്യ റസൂൽ പഠിപ്പിച്ചു. ഇനി അതിനെ തിരിച്ചു മടക്കാൻ ഏഷ്യക്കാർക്ക് കഴിയില്ല. അപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും ഏഷ്യയിൽ. അതാണ് ആര്? ഇമാം മഹ്ദി. ഇപ്പം ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ഈ പുസ്തകത്തിന് സ്പിരിച്വൽ സൈഡാണ്, അതായത് ഇസ്ലാമിൻ്റെ ആത്മീയ വശമാണ് ഇതിൽ പഠിക്കുന്നത്. പുണ്യ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ വശം. എന്തിനാണ് ഒരു മനുഷ്യൻ ജനിച്ചത്? എന്താണ് ജനിച്ചാൽ ഒരു മനുഷ്യന് ചെയ്യാനുള്ളത്? എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം? ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതിന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 63 വർഷക്കാലം റസൂൽ നടത്തിയ അതിൽ നിന്ന് നമുക്കത് ഊരിയെടുക്കാം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? തറാവിസ്കരിക്കുക. അതാണ്. എൻ്റെ ഇപ്പം ഇന്നലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറച്ച് ആളുകൾ എൻ്റെ കൂടെ കൂടി ഇന്നലെ. അങ്ങനെ ഞങ്ങൾ തറാവി നിസ്കരിക്കണമെന്ന് തുടങ്ങുന്നത് തന്നെയും തറാവി നിസ്കരിക്കാൻ തുടങ്ങുന്നത് തന്നെ ഏകദേശം 11 മണിയോടടുത്ത നേരത്താണ്. എന്തുകൊണ്ട്? അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. അതിൽ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തൊരു പണിയില്ല. പിന്നെ അവസാനം തറാവി നിസ്കരിക്കുമ്പോഴത്തൊരു ഉറക്കം വന്നു. തറാവി നിസ്കരിക്കും വേണം. ഞങ്ങൾ ജമാഅത്തായി തറാവി നിസ്കരിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെറിയ സുഹൃത്തെ ഓതുള്ളൂ, ഓർക്കും ചെറിയ സുഹൃത്ത് മതി. കാരണം എന്തുകൊണ്ട്? ഉറക്കം വരാനായി. അപ്പോഴത്തേന് ഒരുപാട് ഹൈറായ കാര്യങ്ങൾ നടപ്പിലാക്കി, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു. അതിനിടയിൽ കുറേ ആലോചിച്ച് പിടിച്ച് തീരുമാനം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ലക്ഷ്യം എന്താ? തറാവി നിസ്കരിക്കലോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം?
ഒരു സൃഷ്ടി മനുഷ്യനാകുമ്പോൾ ആ സൃഷ്ടിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ സൃഷ്ടിയുടെ സ്രഷ്ടാവായ റബ്ബിനെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വർഗം നേടൽ പോലും ലക്ഷ്യമല്ല. അത് ഈ പുസ്തകത്തിന് 1-ാം ഭാഗത്തുണ്ട്. സ്വർഗം കിട്ടാം. നമ്മളിപ്പോൾ ഒരു IAS പാസ്സായി വന്ന ഒരുത്തന് നമ്മൾ ഒരു ട്രോഫി കൊടുക്കും. നമ്മുടെ നാട്ടിലേക്ക് ഒരു IAS ഉദ്യോഗസ്ഥൻ വന്നു. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു അയമ്മൂട്ടി എന്തായി പറയും, IAS പഠിച്ചപ്പോൾ IAS പഠിച്ചു. പിന്നെ IAS പഠിച്ച് പാസ്സായിട്ട് തിരിച്ചു വന്നാൽ നമ്മൾ അവൻ എന്ത് കൊടുക്കും? ട്രോഫി കൊടുക്കും. ട്രോഫിയാണോ അവൻ്റെ IAS ലക്ഷ്യം? ട്രോഫി പറഞ്ഞാൽ ചങ്ങായി നിർത്താം. ട്രോഫി പറഞ്ഞാൽ ഒരു താമ്പാളക്കണ്ടല്ലേ, അതിന് 100 രൂപ തേച്ചുണ്ടാവില്ല. എൻ്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കിയാൽ സ്വർഗം ഒരു ചുക്കുമല്ല. അത് എത്രയാണെങ്കിലും അതിനേക്കാൾ അത് നേടലല്ല നിൻ്റെ ലക്ഷ്യം. നിൻ്റെ ലക്ഷ്യം നിൻ്റെ റബ്ബിനെ തിരിയലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ഒരു പ്രോത്സാഹനമാണ് എന്ത്? സ്വർഗം, ട്രോഫി. അത്രയേ ഉള്ളൂ. നമ്മക്കവിടെ മന്തി തിന്നാം. നമ്മളിപ്പോൾ എന്തിനാണ് സ്വർഗത്ത് തറാവീസ്കരിച്ച് സ്വർഗത്ത് പോകാൻ? ഇവനെന്തിനാ IAS പാസ്സായത്? ഈ താമ്പാളക്കണ്ടം കിട്ടാൻ. സ്വർഗം വലിയതല്ല. ഇനി നാളെ പറഞ്ഞുണ്ടാക്കണം. ഇപ്പം പറയാൻ പറ്റിയ സമയം നോക്കാം. മാന്ത എവിടെയെങ്കിലും റഹ്മത്തുള്ളാഹ് വെച്ചിട്ടുണ്ടോ? സ്വർഗത്തെയും നിന്ദിച്ചു, കവനെ നിന്ദിച്ചു, ഇപ്പൊ സ്വർഗം നിന്ദിച്ചു. ഇയാള് മുന്നോട്ട് പോകണ കരിങ്കാലി. സ്വർഗം വലുതാകുന്നത് നിനക്ക് റബ്ബിനെ തിരിയാത്തോണ്ടാണ്. റബ്ബിനെ തിരിഞ്ഞ സ്വർഗം ഒരു ചുക്കുമല്ല. റബ്ബ് തരുന്നത്, റബ്ബ് ഒരു റോളി പെൻസില തരുമെങ്കിൽ നമ്മൾ വാങ്ങും. റബ്ബ് തൃപ്പതിപ്പെട്ട് തരിക. മനസ്സിലായില്ല? ഇങ്ങനെ അമലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മഹേശ്വറിലെത്തിയാൽ ഒരു റൂളി പെൻസിൽ എന്നല്ല പറയാം. മനസ്സിലായില്ല? കടലാസിൽ എഴുതണ പെൻസിൽ ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന് അത് മതിയാവും, മറ്റോനെ മതിയാവില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടിപ്പോൾ റൂളി പെൻസിലപ്പോൾ തരാൻ പോകണം. നമ്മൾക്കത് മതിയാവില്ല. നമ്മൾക്ക് അന്തല്ല എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞ് എന്നാ സ്വർഗം തന്നെ തിരയങ്ങായി നടന്ന്. നമുക്ക് സ്വർഗവും നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ഒല മഖ്സൂദുവും അള്ളാഹിനെ തിരിഞ്ഞവർക്ക് ആരിഫീങ്ങൾ, അവരാണ് ആരിഫീങ്ങൾ. ഒല മഖ്സൂദുവും അവരുടെ ഉദ്ദേശമല്ല ജന്നാത്തു അദ്നി, സ്വർഗങ്ങൾ. ജന്നാത്തു അദ്ൻ അവരുടെ ലക്ഷ്യം അല്ല. അവർക്ക് ആ ലക്ഷ്യമില്ല. വലൽ ഹുറുൽ ലിസാൻ, അവിടെ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട്, അതവരെ ലക്ഷ്യമല്ല. ഒന്നും ഒരു ലക്ഷ്യമല്ല. ഒരു ലക്ഷ്യം ആരാണ്? ആരിഫിന്റെ ലക്ഷ്യം സ്വർഗം ഇവിടുന്ന് തന്നെ കിട്ടും. ആരിഫിന്റെ ലക്ഷ്യം ഇവിടുന്ന് തന്നെ കിട്ടും. ആരിഫിന്റെ ലക്ഷ്യം അള്ളാഹിനെ തിരിയലാണ്. ഒരു മനുഷ്യൻ പണിയെടുക്കേണ്ടത് അതിനാ. അതാണ് ഈ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം. അത് നമ്മൾക്ക് ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് നേരം വെളുത്താൽ നമ്മൾ പല്ലിയേക്കാൻ മടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പല്ലിയേച്ചാൽ ഞാൻ കോൽമുട്ടായിക്ക് പൈസ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പല്ലിയേച്ച് പിറ്റേന്ന് പല്ലിയേക്കാൻ പോകണ. ഇപ്പം ബ്രഷ് എടുക്കുമ്പോഴത്തേന് പാപ്പനോട് എന്ത് പറയും? മറക്കണ്ട, ഞാൻ പല്ലിയേക്കുന്നുണ്ട്. കോൽമുട്ടായിക്ക് പൈസ തരും. കുറേ കാലം ബാപ്പ കോൽമുട്ടായി പൈസ തരും. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും കോൽമുട്ടായി കണക്കാണെങ്കിൽ എന്നോടൊരാള് ഒമാനിൽ നിന്ന്, നല്ലൊരു മനുഷ്യനാണ്, എന്നോടൊരാൾ ഒമാനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കടന്നുറങ്ങും,
ബാപ്പ സുബൈക്ക് ജമാഅത്തിന് പോകും. പോരുന്നല്ല ബാപ്പ, ഞങ്ങൾ പോകുന്നില്ല, മടിയന്മാരായി. അപ്പം ബാപ്പ പറഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വന്നാൽ 50 പൈസ, എന്തൊരു പൈസ കണക്കാണ് 50 പൈസ, 5 റുപ്യ എന്തോ ഒരു പൈസ കണക്കാണ് പറഞ്ഞു. കുറേ കൊല്ലങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞതാണ്. പൈസ തരുന്ന പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് ആ പൈസ പറഞ്ഞാൽ വലിയ പൈസയാണ്. ബാപ്പാക്ക് വലിയ ജോലിയാണ്, വലിയ പൈസയുണ്ട്. അപ്പം ഞങ്ങൾ സുബഹി നിസ്കാരത്തിന് പോയാൽ എന്ത് ചെയ്യും? പൈസ ആവും. കുറേ കാലം കഴിഞ്ഞ്, കുറച്ചും കൂടി കഴിഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ബാപ്പനോട് പറഞ്ഞ് അതും പോരാ, അന്നത്തെ പൈസ കൊണ്ട് ഇപ്പം ഒന്നും കിട്ടൂല, പൈസ കൂട്ടി തരുന്നതാണ്. അപ്പം പിന്നെ എന്ത് ചെയ്ത് കൂട്ടി വാങ്ങി കുറേ കാലം കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഒരിക്കൽ ഞാൻ ബാപ്പാൻ്റെ അടുത്തേക്ക് സുബഹി നിസ്കരിച്ചിട്ട് പൈസ ഒക്കെ വേണ്ടി ചെന്നപ്പോൾ ഒന്നങ്ങനെ നോക്കി, രൂക്ഷമായിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ പോയിട്ടുമില്ല, പൈസ എടുത്ത് തന്നിട്ടില്ല, സുബഹി ജമാഅത്തോട്ട് നിർത്തിയിട്ടില്ല. അതായത് നമുക്ക് എപ്പോഴും സമ്മാനം കിട്ടാൻ നടക്കുന്നതാണ്. എനിക്ക് സുബഹി ജമാഅത്തിൻ്റെ മഹത്വപ്പെടും മനസ്സിലായില്ലേ എന്നതിൻ്റെ അർത്ഥം, ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഇതന്നെ സ്വർഗം വലിയ കാര്യമല്ലേ? വലിയ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം റബ്ബാണ്. പിന്നെ സ്വർഗത്തിലെത്തണം, എത്തണം. എന്തേ? അവിടെ റബ്ബിനെ കാണാൻ കഴിയും. റബ്ബിനെ കാണാൻ അല്ലാഹുവിനെ തൗഫീഖ് തരട്ടെ. ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഈ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം, എന്തിനാണ് നീ ജീവിക്കുന്നത്? മനസ്സിലായി? ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും അർത്ഥമില്ല. ഒരു പരിധി നമ്മൾ പിന്നെയും മരിക്കുന്നത് വരെ ഞമ്മക്കതേ ഉള്ളൂ എങ്കിൽ നമ്മൾ നിന്നോട് തന്നെയല്ല എപ്പോഴും നിൽക്കുന്നത്. ഒരുത്തൻ നിന്ന് ചാടി, ഒരുത്തൻ നടന്നുപോയി. ഇളകിൽ 2 ആക്കുണ്ട്. മനസ്സിലായില്ല? കാല് വന്നിച്ച് ചാട് തന്നെ. നിന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ കാര്യം പറഞ്ഞുതരാം, ചിന്തിക്കുക. നടക്കുക പറഞ്ഞാൽ എന്താ? ഇതന്നെ നടക്കല്. വലത്തേക്കാല് ഇടത്തേക്കാല് പൊന്തിച്ച് താഴ്ത്തുക, ഇടത്തേക്കാല് പൊന്തിച്ച് താഴ്ത്തുക. ഇതിനല്ലേ എന്തു പറയാ? നടത്തം. അങ്ങനെ കാട്ടിയാലോ? അതട ചങ്ങായി എൻ്റെ നിസ്കാരം ഇഞ്ചി കോഴിക്കോട് എത്തൂല. 90 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ തെറാവിയും ഇതാ. ഇഞ്ചി 100 കൊല്ലം തെറാവിസ്കരിച്ചാലും ഞാൻ 100 കൊല്ലം തെറാവിസ്കരിച്ചാലും ഇവിടെ തന്നെ ഉണ്ടാവും. നടത്തം തന്നെയാണല്ലോ. നടത്തുന്ന എന്താ? ഒരു കാല് പൊന്തിച്ച് മറ്റേ കാല് താഴ്ത്തിയോ, മറ്റേ കാല് പൊന്തിച്ചു. അതിനല്ലേ ഇപ്പൊ പടി നടന്ന്. ഞാൻ ഇപ്പൊ 100 കൊല്ലം ഇവിടെ ഇങ്ങനെ ആക്കി. ഈ റൂം വിട്ടെടുക്കോ അന്തല്ലാത്തവരെ? ഇതാണ് അന്തം പൊട്ട തലയെ കിട്ടുകാരാ എൻ്റെ നിസ്കാരം. ഞാൻ മുണങ്ങിക്കളഞ്ഞ് അതെങ്ങനെയാ എൻ്റെ നിസ്കാരം? എൻ്റെ തലയിലെ തേരിക കയറ്റി വെച്ചിട്ട് ഇജിപ്പടെ നിന്ന് ചാടിയിട്ട് എന്താടാ ഇങ്ങനെ കാര്യം? എന്തിനാ നിസ്കരിച്ചെന്ന് പഠിക്കണ്ടേ? എന്തിനു നിസ്കരിച്ച്? റബ്ബിനെ തിരിയാൻ. 100 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് മുതലാളിമാരെ തിരിയും, രാഷ്ട്രീയക്കാരും തിരിയും. ആരെ തിരിയില്ല? റബ്ബിനെ തിരിയില്ല. ആരെ കയ്യിലാണ് പൈസ നാട്ടിലുള്ളത് അതെനിക്കറിയും. ആരെ കയ്യിലൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ അധികാരമുള്ളത് അതും എനിക്കറിയും. ആരോട് അടുത്തൊക്കെ പോയാൽ എൻ്റെ ഓളയും കാര്യം നടക്കുക, മുണങ്ങാൻ കിട്ടുക അതും എനിക്കറിയും. എനിക്ക് റബ്ബിനെ തിരിയില്ല. പിന്നെ ഇതിനെ തിരിച്ചാടിയത് നിസ്കാരം. നിസ്കാരം എന്നാൽ മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജ. ഓരോ നിസ്കാരത്തിലും അവൻ ഉയരണം. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. ഇതാണ് നിസ്കാരത്തിൽ തന്നെ ഉണ്ട്. ഗൈബത്ത് ഹുദൂറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൈബത്ത്
അവൻ, അർ-റഹ്മാനി റഹീം അവൻ, മാലിക് യൗമിദ്ദീൻ അവൻ, ഇയ്യാക നീ. അപ്പം നമ്മൾ നടന്നു തിരിഞ്ഞില്ല. സൂറത്തു സ്വലാ നിസ്കാരത്തിൻ്റെ അധ്യായമാണ് ഇത്. ഫാത്തിഹ അല്ലേ, എൻ്റെ പേരെന്നെ എന്താണ്? സൂറത്തു സ്വലാ നിസ്കാരത്തിൻ്റെ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവർക്ക് നിസ്കാരമില്ല റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ അധ്യായമാണല്ലോ, നിസ്കാരത്തിന് വേണ്ടി ഇറക്കിയ അധ്യായമാണല്ലോ ഏത്? ഫാത്തിഹ. ഫാത്തിഹ ഗൈബത്ത് നിന്ന് ഹുദൂറിലേക്ക്, പിന്നെ ലാസ്റ്റ് വരെ ഹുദൂറാണ്. അതായത് അദൃശ്യത്തിൽ നിന്ന് ദൃശ്യത്തിലെത്തി. നമുക്കൊരാൾ കാണണം, അയാൾ പായൂരങ്ങാടിയിലാണ്. ഇവിടുന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ എന്ന് പറയാം. നമ്മൾ നടന്ന് പായൂരങ്ങാടി എത്തിയപ്പോൾ നിങ്ങളിപ്പോൾ എപ്പോഴാണ് വന്നു എന്ന് ചോദിക്കുക. പിന്നെ അയാൾ എത്ര മണിക്കാന്ന് എത്ര വന്നു ഇയാളോട് ചോദിക്കുമോ? മനസ്സിലായില്ല. പായൂരങ്ങാടിയിൽ ഒരാളുണ്ട്, നമ്മളിവിടെ ഉണ്ട്, നമുക്ക് അയാളെ കാണണം. ഇവിടുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക? അയാൾ ഒന്ന് ഇറങ്ങി വേഗം. അയാൾ നമുക്ക് ഇപ്പം കാണുന്ന അത്യാവശ്യമാണ്. അയാൾ അവിടെ എത്തുന്നത് വരെ അയാൾ. അവിടെ എത്തിയാലോ നിങ്ങൾ അസ്സലാമു അലൈക്കും, നിങ്ങളെ വർത്താനം എന്താ? ഈ അയാൾ ഇപ്പോൾ ഇവിടെ ആരായി? നിങ്ങളായി. ധന്യ ഫാത്തിഹ സുഹൃത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നെ അയാൾ റഹ്മാൻ റഹീമാണ്. റഹ്മാൻ റഹീം, അയാൾ റഹ്മാൻ റഹീമാണ്. മാലിക് യൗമിദ്ദീൻ, അയാൾ മാലിക് യൗമിദ്ദീനോട് നമുക്കറിയാണ്. നിങ്ങളിപ്പം അങ്ങാടി എത്തി. ഇയാക്ക നിങ്ങൾ ഓർത്താൻ എന്താ? ഇയാക്കനാണ് പോലും നിങ്ങൾക്ക് നമ്മൾ ആരാധിക്കണം. അപ്പം ഈ ചാട്ടം ചാടുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ അയാൾ ഇയാവും? എനിക്കെന്നും ആരെന്നെ ആയിരിക്കും അയാൾ. നമ്മൾ അക്കായത്തിൻ്റെ എണ്ണം നോക്കുക. നമ്മൾ അക്കായത്ത് എങ്ങനെയാണ് നിസ്കരിച്ച് ഒപ്പിക്കണം പാഞ്ഞാണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. നിന്റെ ലക്ഷ്യം നിന്റെ റബ്ബിനെ കിട്ടല. അത് തന്നെ റബ്ബിനെ ഉൾക്കൊണ്ട അബ്ദിൻ്റെ രോമത്തിന് വില ഉണ്ടാവില്ല. സ്വർഗത്തിന് ഒരു രോമത്തിന് വില ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചോളി, റബ്ബിനെ ഉൾക്കൊണ്ട ഒരു അബ്ദിൻ്റെ രോമത്തിന് വില ഉണ്ടാവില്ല. കാരണം എന്തേ? അവൻ്റെ ഓരോ രോമകുപങ്ങളിലും ആരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? റബ്ബ്. മറ്റല്ലാത്ത റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അത് ഉറപ്പ് തരും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ IAS പാസ്സായി ചെല്ലുന്ന ദിവസം ഈ താമ്പാള കണ്ട് നമുക്ക് കിട്ടും. പക്ഷെ അതല്ലല്ലേ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനിയിപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു, താമ്പാള കണ്ട് കിട്ടി, തിരിച്ചറി എന്തായി പറയാ. IAS പാസ്സായി പിറ്റേന്ന് നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് വലിയ സ്വീകരണവും ഒരു മുട്ടായി പേക്കും. മനസ്സിലായില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് സമ്മാനം ഒക്കെ കഴിഞ്ഞു. പിറ്റേന്ന് മുതൽ കടന്നുറങ്ങാണ്. എങ്കിൽ ഇതിനെന്താ വില ഉള്ളത്? IAS പാസ്സായത് കടന്നുറങ്ങാണ്. അതിന് ലക്ഷ്യമല്ലേ? നാട്ടിലെ പല കാര്യങ്ങളിലും പല നന്മകളും പല ജനോപകാരപ്രദമായ കാര്യങ്ങളും നടപ്പിലാക്കി കൊടുത്താൽ മാത്രമേ ഇവൻ്റെ IASന് അതിലല്ലേ വിലയുള്ളൂ. അല്ല എന്താ? സ്വർഗത്തിലെത്തിയാൽ അവിടെ ഒരു പണി ഉണ്ടാവും. എന്താണ് പണി? റബ്ബിനെ തിരിയിലായിരിക്കും കൂടുതൽ തിരിയുക. ഇന്നാ സ്വഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. രസദായകമായ ജോലികളിലായിരിക്കും അവരുണ്ടാവുക. ജോലി ഉണ്ടാവും, എന്തോന്നുണ്ടാവും, പണിയുണ്ടാവും. ബുദ്ധിമുട്ടുള്ള പണിയല്ല. നല്ല നമ്മൾ റബ്ബിനെ തിരിയും, റബ്ബിനെ ചുറ്റിപ്പറ്റും. പിന്നെ കയറിപ്പോവും. 1000 കൊല്ലം കഴിഞ്ഞാലും ഒരാൾ സ്വർഗത്ത് കയറി 1000 കൊല്ലം റബ്ബിനെ തിരിഞ്ഞാലും ബഹറിൽ നിന്നുള്ള ഒരു സൂചിയെടുത്ത മുനയിൽ പോകുന്ന വെള്ളത്തിൻ്റെ അത്ര പോലും റബ്ബിനെ തിരിയില്ല. അതിൻ്റെ അപ്പുറത്താണ് ആര്? റബ്ബ്. അപ്പം അതിനേക്ക് റബ്ബ് തിരഞ്ഞെടുത്താൽ അതന്നെയാണ് സമ്മാനം. അത് നമ്മൾ വൽപ്പത്തരവും, അതെന്നെ വൽപ്പത്തരവും.
മനസ്സിലാണല്ലോ അത് നമ്മളത് മനസ്സിലാക്കണം. നമ്മളാളുകൾ നമ്മളെ നോമ്പുറക്കാൻ വേണ്ടി 500 പിന്നെ എന്താ പറയുക നോമ്പുറക്കണ കിറ്റുണ്ട് പറഞ്ഞ് എന്ത് ചെയ്തു, ആളുകളെ കൂട്ടി ഒരു മുതലാളി, വലിയൊരു മുതലാളിയാണ്. അയാൾ നോമ്പുറക്കുന്ന നേരത്ത് 500 കിറ്റുണ്ട് പറഞ്ഞ് അങ്ങനെ കിറ്റ് വിതരണം ചെയ്യാണ്. നമ്മൾക്ക് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് വന്നതാണ്. നമുക്ക് ആ കിറ്റിനൊന്നും പോതില്ല. നമ്മൾ വന്നപ്പോഴത്തിന് നേരം വൈകി, 500 കിറ്റും തീർന്നു. അപ്പം മുതലാളി പറഞ്ഞു കിറ്റ് കഴിഞ്ഞല്ലോ പറഞ്ഞു. അതിന് പിന്നെ വിഷമമില്ല, അതിനും സാരമില്ല എന്ന് പറഞ്ഞു. എന്നാലും അല്ല 500 പരയിൽ ഇന്നിപ്പം ഭക്ഷണം കിട്ടിയില്ല, അതിൻ്റെ സന്തോഷമാണ്, അത് വിഷയമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു മുതലാളി ഇവനെ കാറ് കയറ്റിയിരുത്തി 1ാമത്തെ സീറ്റിലിരുത്തി. പിന്നെ മുതലാളിൻ്റെ കാറിലാണ് അവൻ പെരിയിൽ പോയത്. കിറ്റോട്ട് കിട്ടിയതില്ല. ഇവന് ഏറ്റവും എളുപ്പത്തിൽ എന്താ കിട്ടിയില്ല. പക്ഷെ മുതലാളിൻ്റെ ചങ്ങായി ഇവൻ തിന്നാവുകയാണെങ്കിൽ അവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ത് പറയും, ഇതുകൊണ്ട് ഇപ്പോൾ എനിക്കെന്താ കാര്യം. ഇവൻ തിന്നാവോ അല്ലെങ്കിൽ ഓൻ ആ ദിവസത്തെ ഓർമ്മ ഓനെ 1000 കൊല്ലം ജീവിച്ചാലും പറയും, അന്നേ ഞാൻ ആ കിറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ മൂപ്പര കാറിൽ മൂപ്പരിനെ പെരി കൊണ്ടേ വിട്ടു. മനസ്സിലായ പറഞ്ഞ റബ്ബിൻ്റെ മുഖറബാകലും സ്വർഗം നോക്കിയാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ആവശ്യം മുഖറബാകല, റബ്ബിൻ്റെ മുഖറബാവുക, റബ്ബിൻ്റെ അടുത്ത ആളാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹും വറൈഹാനും വജന്നത്തു നഈം. പിന്നെ ആനന്ദ റബ്ബിന് വേണ്ടി മരിക്കൽ ആനന്ദാണ്, അത് സ്വർഗ്ഗാണ്. മരിക്കാണ്, ജനങ്ങൾക്കാണ് ദുഃഖം, ഹുബൈബിന് ദുഃഖമില്ല. ഹുബൈബിനെ പറ്റി പറഞ്ഞവരൊക്കെ കണ്ണു നിറച്ചു, ഹുബൈബിനെ കണ്ണിറക്കില്ല. എന്താ നമ്മൾ പഠിക്കാത്ത? ഹുബൈബ് കണ്ണു നിറക്കില്ല. ഹുബൈബും കരിയാണെങ്കിൽ പിന്നെ ഇതിനെന്ത് മേനേണ്ടത്? ഇനി അതെ കൊല്ലണോ പറഞ്ഞാണ് ഹുബൈബും കരിഞ്ഞു ഇല്ല, ചിരിച്ച് കിടന്നു. തൂക്കുമരത്തിൽ കയറ്റിയപ്പോൾ ചിരിക്കുക. ഹുബൈബ് റളിയല്ലാഹു അൻഹു, എന്തേ എനിക്കിതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ, എനിക്ക് എൻ്റെ റബ്ബിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞ റബ്ബിനെ തിരിഞ്ഞുകൊണ്ടാണ്. മറ്റവരാണെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്ത് പോകുന്നു. ഞാനിപ്പോൾ നിങ്ങൾ പെടുകയാണെങ്കിൽ ഞാനും എൻ്റെ കൂടും പോയ വൈക്ക് വരില്ല എന്ന് എഴുതി കൊടുത്തിട്ട് ശിക്ഷ നിറങ്ങിപ്പോവും മറ്റൊരാരെങ്കിലും. ഇത് ഒരു മുള്ളു മുത്തനബിക്ക് തിറക്കുന്നതിന് പകരം എനിക്കിവിടുന്ന് രക്ഷപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത് റബ്ബിനെയും റബ്ബിൻ്റെ അബ്ദായ മുത്തനബിയും ആർക്ക് മനസ്സിലായിട്ടുണ്ട്? ഹുബൈബ് പറകുട്ടി മനസ്സിലായതുകൊണ്ടാണ്. മനസ്സിലാവുന്ന ഒരളവിൽ, അല്ലാതെ പൂർണ്ണതല്ല. അതാ ജീവിത ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടലല്ല, ഇവിടെ വലിയ രാജാവാകലല്ല, ഇവിടെ വലിയ ചക്രവർത്തിയാകലല്ല, ഇവിടെ കുറേ തോട്ടം തൊടുകയൊക്കെ നല്ലതല്ലേ? നല്ലതാണ്, നല്ലെങ്കിലും അതും പ്രശ്നമല്ല, ഉത്തരവാദിത്തമാണ്. തോട്ടം തൊടുകയും സൗകര്യം ഒക്കെ ഉത്തരവാദിത്തങ്ങളാണ്. ഉത്തരവാദിത്തം കൂടും. ചിന്തിക്ക്, ഓരോ നിഅമത്തിനും അതിന് ഉത്തരവാദിത്തം കൂടും. നിഅമത്ത് എൻ്റെ നല്ലതാണ്. ഞാൻ കഴിഞ്ഞാലും 100 തെങ്ങ് തൈ വെച്ചിട്ടുണ്ട്. കൊല്ലം സാധ്യ വേനല. തെങ്ങ് തൈന് വെള്ളം നനക്കാൻ ഇപ്പോഴും വഴിയായിട്ടില്ല. സർക്കാരിൽ നിന്ന് കരണ്ട് വരണം, വഴിയായിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു പോകുന്നത് എന്തെന്നാൽ, ഞാൻ എന്നെ അസറാകുമ്പോഴത്തിന് കുറച്ച് ദിവസം വരെ നമുക്ക് വെള്ളം മുക്കി നനക്കാം. അപ്പം നേരത്തെ പോകണം, അസറിന് വീട്ടിലെത്തുക, എന്നിട്ട് തെങ്ങ് തൈന് വെള്ളം മുക്കി നനക്കാം. ഒരു ദിവസം കൊണ്ട് വെള്ളം മുക്കി നനക്കാൻ കഴിയൂല. അപ്പോൾ വെള്ളം മുക്കി നനക്കാം. എന്തുകൊണ്ട്? ഇത് നിങ്ങൾ പറയും. അതിന് ഉത്തരവാദിത്തം കൂടി. ദുന്യാവിലെ സാധനങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട്. തോട്ടം തൊടുകയൊക്കെ നല്ലതാണ്, ഉത്തരവാദിത്തം കൂടും. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ജീവിക്കൂലേ? നമുക്കൊരു തോട്ടമില്ല, തൊടുകയില്ല, തെങ്ങുമില്ല, കവുങ്ങില്ല, തേങ്ങ ഒന്നുമില്ല. തിന്നതെന്താ? ഉത്തരവാദിത്തമല്ല. തേങ്ങ നല്ലോണം തിന്നും ചെയ്യും. തെങ്ങിൻ തോട്ടം ഉണ്ടെങ്കിൽ തേങ്ങ തിന്നാൻ കൂടൂല, പക്ഷേ ഉത്തരവാദിത്തം കൂടുകയും ചെയ്യും. അതന്നെ വിഷയം.
അതെന്നെ വിഷയം. ദുന്യാവിലെ ഏത് നിഅമത്തിനും അതാണ് നമ്മളെ ജീവിപ്പിക്കരുത് വിചാരിക്കരുത്. അത് ജീവിപ്പിക്കൽ എന്ന് വിചാരിക്കുന്നത് മുഅ്മിനല്ല. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവനെ നിലനിർത്തുന്നത് അവൻ്റെ ധനമാണെന്നാണ് അവൻ്റെ വിചാരം. ഇത് ഇസ്ലാമിക കൺസെപ്റ്റ് അല്ല, ഇത് ശിർക്കിൻ്റെ കൺസെപ്റ്റാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ അല്ലദീ ജമഅ മാലഹു വഅദ്ദദ, അവൻ പണത്തെ എപ്പോഴും എണ്ണും. ജമഅ മാലഹു, പണം മാല് വലിച്ചു കൂട്ടും. വഅദ്ദദഹു, അതിനെപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കും. യഹ്സബു, അവൻ വിചാരിക്കുന്നത് അന്ന മാലഹു, അവൻ്റെ സമ്പത്താണ്, അഖ്ലദഹു, അവനെ നിലനിർത്തുന്നത് എന്നാണ്. അതവൻ വിചാരിക്കുന്നത്. കല്ല, ഒരിക്കലുമല്ല. എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഖുർആൻ പറഞ്ഞത്. അവൻ യഹ്സബു, അവൻ വിചാരിക്കുന്നത് അന്ന മാലഹു, അവൻ്റെ സമ്പത്താണ്, അഖ്ലദഹു, അവനെ നിലനിർത്തുന്നതെന്നാണ് അവൻ വിചാരിക്കുന്നത്. കല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഖുർആൻ്റെ ആളാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കണ്ടേ? നമ്മൾ നിലനിർത്തുന്നത് ആരല്ല, സമ്പത്തല്ല. പക്ഷെ സമ്പത്തുണ്ടായ ഭയങ്കര ഉത്തരവാദിത്വം കൂടും. ഉത്തരവാദിത്വം ഭയങ്കരമാണ്. എന്നാൽ നിലനിർത്തുന്നത് എന്തല്ലേനും, സമ്പത്തല്ലേനും, ഉത്തരവാദിത്വം കൂടുകയും ചെയ്യും. റബ്ബിൻ്റെ നിയോഗങ്ങളാണ്. നമുക്ക് ഇതൊന്നുമല്ല. പക്ഷെ ഇനി അപ്പോൾ സമ്പത്തുണ്ടായാലോ ഉത്തരവാദിത്വം കൂടും. പിന്നെന്താ? പിന്നെ അതിന് വളരെ ശ്രദ്ധിക്കണം. അത് എടുക്കുന്നിടത്ത് കൊടുക്കുന്നിടത്ത് ഉപയോഗപ്പെടുത്തുന്ന നാട്ടിലേക്ക് അതിൻ്റെ ഉപകാരം കിട്ടണം. അവിടെയും തലവേദന, ഉണ്ടാവും. അവിടെയും ഉണ്ടാവും ഇനിയും തലവേദന. എന്ത്? നമ്മൾക്കത് നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നടത്തിയേക്കാം. നമ്മൾ പിൻഗാമിയോ? നമ്മൾക്ക് പിൻഗാമിയെ നിലനിർത്തുന്ന എന്തുറപ്പുള്ളത്? ഉദാഹരണം പറയും. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 100 തെങ്ങ് തൈ വെക്കുക, എനിക്ക് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? പരിസരത്തെ ദർസുകൾ, പരിസരത്തെ അറബി കോളേജുകൾ, അവർക്കൊക്കെ തെങ്ങ് കൊടുക്കണം. ഇതെൻ്റെ ലക്ഷ്യം. എനിക്ക് ഉപയോഗിക്കണം. ഇതിപ്പോൾ ഒരു ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? എനിക്ക് അത്യാവശ്യം തേങ്ങ ഉണ്ട്. മനസ്സിലായോ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് എന്ന അയിമത്തിന് മുതലാളിയാണ്ട് ആവശ്യമില്ല. അല്ലാഹു വേറെ നിഅമത്ത് തന്നേക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ലക്ഷ്യത്തിലാണ്. ഇനിയിപ്പോൾ എൻ്റെ നിയ്യത്തുണ്ട്, വസിയത്ത് എഴുതി വെക്കണം കുട്ടികൾക്ക്. നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധുക്കളായ ദർസുകൾ കൊടുക്കണം. എന്നാൽ ദർസു അതിൻ്റെ പേരിൽ നിലക്കട്ടെ. റബ്ബ് തൗഫീഖ് തരട്ടെ. ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പ്രസംഗമെങ്കിലും നാളെ തെളിവാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് അപ്രകാരം ഈ നിയമത്തുണ്ടായാലുള്ള ബുദ്ധിമുട്ടാണ്. നമ്മളെ കാലത്ത് ഒരു പക്ഷേ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞേക്കും. അത് നമ്മളവിടെ ആരും ഉണക്കി പാത്തക്കൂലല്ലോ, നമുക്ക് മരിച്ചോണ്ടേ. പിന്നെ അവിടെ അത് കൈകാര്യം ചെയ്യൽ ആരായിരിക്കും? മക്കള്. അവരത് ഭംഗിയായി നടത്തുന്ന എന്തുറപ്പുള്ളത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരും നടത്തിയേക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് ഖുർആനും മറ്റുമൊക്കെ പഠിപ്പിക്കുകയാണ്, അവരെ മക്കളോ. അപ്പോൾ ഉത്തരവാദിത്തം ഗൗരവമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇതൊക്കെ പറയുന്നതിന് എനിക്ക് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, ജനങ്ങളും മനസ്സിലാക്കണം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ മുതലില്ലാത്ത മൂല്യരല്ല, മുതലുള്ള മൂല്യര. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നൊരു ചുക്കുമല്ല. മനസ്സിലാണ്ട് പറഞ്ഞത് ഒന്നുമല്ല. നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ റബ്ബാണ്. റബ്ബ് നിലനിർത്തും. പേടിക്കന്നെ വേണ്ട. മനസ്സിലായി? നമ്മളെ ജീവിത ലക്ഷ്യം നമ്മളെ റബ്ബാണ്. എല്ലാത്തിനും റബ്ബാണ്. റബ്ബിനെ അപ്പുറത്തൊന്നുമില്ല. ഞങ്ങളുടെ ഈ ക്ലാസ് 2 ആഴ്ച പറഞ്ഞു റബ്ബിൻ്റെ റഹ്മത്ത് അല്ലേ? പറഞ്ഞില്ലേ? എവിടെ? അള്ളാഹ് ക്ലാസ്സിൽ ഇപ്പോൾ 2 ആഴ്ച പറഞ്ഞത് റബ്ബിൻ്റെ റഹ്മത്താണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു പ്രസംഗം പറഞ്ഞു റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ പടിവാതിൽക്കലാണ്. നമ്മൾ നോമ്പ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ആ റബ്ബ് എന്ന് പറഞ്ഞത് അത് റബ്ബാണ്. ആ റബ്ബിൻ്റെ ഒരു വലുപ്പത്തെ എത്രയാണ് അത് പഠിക്കണം. അതിനേക്കാളും വലിയ ഒന്നുമില്ല, ഒരു സ്വർഗമല്ല, ഒന്നുമില്ല. റബ്ബ് സ്വർഗം തന്നില്ല. റബ്ബിനെ പറ്റി ബോധം തന്നാൽ അതിനേക്കാൾ വലിയ സ്വർഗമില്ല.
ഞാൻ നിനക്ക് എന്നെപ്പറ്റി അറിയിച്ചു തരാം, എനിക്ക് ഞാൻ സ്വർഗം തരൂല കേട്ടോ നിന്നോട് റബ്ബ്. ഞാൻ അതേ തിരഞ്ഞെടുക്കും, സ്വർഗം എനിക്ക് എൻ്റെ റബ്ബിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി. റബ്ബിനോട് ഇഖ്തിയാറിന് പറഞ്ഞു, നിനക്ക് ഞാൻ രണ്ടാലൊന്നേ തരുള്ളൂ, ഒന്നിരിക്കൽ ഞാൻ എന്നെപ്പറ്റി നിനക്ക് അറിയിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ സ്വർഗം തരും എന്ന് പറഞ്ഞാൽ, ഇന്ന് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ബോധമനുസരിച്ച് ഞാൻ എൻ്റെ റബ്ബിനെ തിരഞ്ഞെടുക്കുള്ളൂ, സ്വർഗത്തിനെ അല്ല. സ്വർഗത്തിന് സമാനമായതൊക്കെ ഇവിടുന്ന് തന്നെ തിന്നു പോകുന്നുണ്ട്. മനസ്സിലായില്ല? ഇവിടെ നമുക്ക് ഇവർക്ക് നമുക്ക് ആഗ്രഹിക്കുന്ന പലതും കിട്ടുന്നുണ്ട്. അവിടെ പഴയുണ്ട്, ഇവിടെയും പഴയുണ്ട്, അവിടെ പെണ്ണുണ്ട്, ഇവിടെ പെണ്ണുണ്ട്, അവിടെ എല്ലാം അതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ട കാര്യം, അവിടെ നമ്മളെ കൊതിക്കണ കാര്യം ഇവിടുന്ന് തന്നെ നമുക്ക് തിരിഞ്ഞു. ഇന്നല്ല ബ്രാറ ലഫീനഴയും, ഗുണവാന്മാരെല്ലാം അനുഗ്രഹത്തിലായിരിക്കും, ആസ്വാദനത്തിലായിരിക്കും. എവിടുന്നെന്ന് പറഞ്ഞില്ല. അടുത്ത വാക്ക് വൈന്നൽ ഫുജാറ ലഫിജായും, അവർ നരകത്തിലായിരിക്കും. യസ്ലൗനായോമത്തിൻ, അതെവിടെ വെച്ചെന്ന് പറഞ്ഞു, നദ്ദെവിടെ വെച്ചെന്ന് എന്ത് പറഞ്ഞ് തിരിഞ്ഞിട്ടില്ല. ഇന്നല്ല ബ്രാറ ലഫീനഴയും യസ്ലൗനായോമത്തിൻ എന്ന് പറഞ്ഞുകൂടെ അതിന് അവിടെയും. എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നല്ല ബ്രാറ ലഫീനഴയും وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. ഈ ആയത്തിൽ ഒന്നാമത്തിന് സ്ഥലം പറഞ്ഞിട്ടില്ലല്ലോ, രണ്ടാമത്തിന് പറഞ്ഞല്ലോ. എന്റെ ഒന്നാമത്തിന് പറഞ്ഞൂടെ? ഇന്നൽ അബ്റാർ ലഫീ നഈം, ഗുണവാന്മാർ ആസ്വാദനത്തിലായിരിക്കും. വൈനൽ ഫുജാറ, തെമ്മാടികൾ ലഫീ ജഹീം, നരകത്തിലായിരിക്കും. യസ്ലൗനഹ, ആ നരകത്തെ അവർ കണ്ടെത്തും, അവിടെ അവർ പതിക്കും. അതിനെ അവർ കണ്ടെത്തുകയും അവിടെ പതിക്കുകയും ചെയ്യും. യൗമുദ്ദീൻ, പ്രതിഫല നാളിൽ. വമാഹും അൻഹാ ബിഗായിബീൻ, അതിനെ തൊട്ട് മറഞ്ഞോടാൻ അവർക്കോട്ട് അന്ന് കഴിയുകയും ഇല്ല. അപ്പോൾ നരകത്തെ പറ്റി പറഞ്ഞിട്ട് എത്ര സ്ഥലം പറഞ്ഞു? പിന്നെ വിശദീകരണം അത് യൗമുദ്ദീനിലാണ് കിട്ടുക എന്ന് പറഞ്ഞു. അതിനെ തൊട്ട് ഓടി രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗം പറഞ്ഞോടത്ത് എന്താ പറഞ്ഞു? അതും അവർക്ക് പ്രതിഫലം നാളിലെ തന്നെയല്ലേ കിട്ടുക. നമ്മൾ ആ സ്വർഗമാണ് ഉദ്ദേശിക്കണതെങ്കിൽ അതും കിട്ടല എന്ന് തന്നെയല്ലേ. പറയ കുട്ടി, യൗമുദ്ദീൻ എന്നാ പറഞ്ഞോളൂ. എന്തല്ലേ ആദ്യം പറയണ്ട്? ഈ വിഷയം ഇവിടെയല്ലേ ആദ്യം പറഞ്ഞ്? എന്നതല്ലാണ് പറയണ്ട്. അതിനൊരാൾ ഒഴിവാവില്ല, അവളെ കിട്ടുന്നെയും. അങ്ങനെ വേറെ ആയത്ത് കൊടുത്തോളൂ. പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? ഇന്നല്ല ബ്രാർ ലഫീ നഈം, ഗുണവാന്മാർ ആസ്വാദനത്തിലായിരിക്കും. അവൻ ഗുണവാനായ സമയം മുതൽ അവൻ എന്തുണ്ടാവും? ആസ്വാദനം ഉണ്ടാവും. എന്താണ് റബ്ബിനെ മനസ്സിലാക്കുക, ആസ്വദിക്കുക. പിന്നെ കൊല്ലരുന്നൊരു വിഷയം തന്നെയല്ല. ഞാൻ ഈ വിമർശനങ്ങളൊക്കെ നടത്തുന്നതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ എന്നെപ്പോലത്തെ നഷ്ടക്കാരനാരാ? ഈ ഭാഷണങ്ങളൊക്കെ വലിയൊരാളിനെ വെടിവെച്ചില്ലാണെങ്കിൽ എനിക്ക് സന്തോഷം. എന്തുകൊണ്ട്? ഞാൻ റബ്ബിന് വേണ്ടിയില്ല അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. നമ്മൾ പേടിക്കണ്ട. നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കൽ തന്നെയും അല്ലാഹു ഈ ബോധത്തിൽ നിന്ന് പോകുന്നതിനത്തോടെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒന്നിനും പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. ആരാണ് പ്രത്യേകം വമ്പൻ ശക്തികളോടല്ലേ നമ്മൾ പടം വരുന്നത്? എന്തിനു പേടിക്കണം? റബ്ബുണ്ടാകും. അതിനുവേണ്ടി റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബ് അതിനു വേണ്ടി നിനക്കൊരു തൗഫീഖ് തന്നതാണ് ഞാൻ തിരഞ്ഞെടുപ്പ് എന്ന വാക്കിനർത്ഥം. തന്നിട്ടുണ്ടെങ്കിൽ അതിന് നീ സന്തോഷിച്ചു. ഇന്നൽ അബ്റാർ
ലഫീ നഈം. ഒന്നും പറഞ്ഞില്ല, അടുത്തൊറ്റ ഓട്ടോടി അവിടുന്ന്. വൈന്നൽ ഫുജാറ പിന്നെ പറയേണ്ടേ ഇല്ല. നിനക്ക് യൗമുദ്ദീനിൽ മാത്രമല്ല അത് കിട്ടുന്നത്, നിനക്ക് ഈ നന്മ ഇവിടെ ചെയ്യുന്നതോടുകൂടെ നീ യഥാർത്ഥ ഗുണവാനാണെങ്കിൽ റബ്ബിൻ്റെ ഹിജാബ് റബ്ബ് നീക്കി 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 നീക്കാൻ തരും. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഒന്നൊരു മനുഷ്യന് എന്ത് ചെയ്തു, പൊട്ടി 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 കരഞ്ഞപ്പോൾ അള്ളാഹു തആല ഒരു വെളിച്ചത്തിൻ്റെ ഏരിയ എങ്ങനെ തുറന്നു കൊടുത്തു. അപ്പോൾ അവൻ സത്യത്തിൽ അവൻ്റെ മനസ്സ് സന്തോഷമായി. പിന്നെ ഓൻ ഓരോ സെക്കൻഡും നടക്കുകയാണ് മുന്നോട്ട്. അതിനനുസരിച്ച് ആ വെളിച്ചം വ്യക്തമായി. മറ്റവൻ അങ്ങനെയല്ല, മറ്റവൻ എന്ത് സുഖത്തിലാണെങ്കിലും ഇരുട്ടിലേക്ക് ഓടുകയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്. അപ്പോൾ അവർ എന്തിന് നേരിട്ട ഓടുന്നത്? ഇരുട്ടിലേക്ക്. മിനൻ നൂരി ഇലൽ ദുലുമാത്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല, മിനൽ ദുലുമാതി ഇലൻ നൂർ. മരുഭൂമിയിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചമുള്ള ഗ്രാമത്തിലേക്ക് അടുക്കുകയാണ്. ഒരു സന്തോഷമാണ്. ഒരു വെളിച്ചത്തിൻ്റെ ചെറിയ ലാഞ്ചന ആദ്യം കണ്ടു, പിന്നെ 10 അടി വെച്ചപ്പോഴത്തേനും ഒന്നും കൂടി വ്യക്തമായി. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഉറപ്പായി, ഇനി പേടിക്കണ്ട, ഇനി ഞാൻ ഗ്രാമത്തിലെത്തും. ഗ്രാമത്തിൽ നിന്ന് എന്ത് കാണുന്നുണ്ട്? വെളിച്ചം കാണുന്നുണ്ട്. മറ്റൊന്നങ്ങനെയല്ല, മറ്റോ വെളിച്ചമുള്ളോടത്ത് ഫിത്രത്തു സലീമത്തെ എന്ന് വെളിച്ചവനുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടിലേക്ക് പോയത്. വല്ലദീന കഫറു ഔലിയാഉഹും ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഉലൈക അസ്ഹാബുന്നാർ. അവരാ നരകക്കാര്. ആര് നരകക്കാര്? ഇരുട്ടിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടുന്നവര്. ഹും ഫിഹാ ഖാലിദൂൻ. അവരവിടെ എന്നെന്നും കിടക്കേണ്ടി വരും. ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അവൻ്റെ റബ്ബിനെ കണ്ടെത്തലാണ്. അതിനേക്കാൾ ഒരു ലക്ഷ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഹിറാ ഗുഹയിൽ പോയി കാത്തിരുന്നത്. അങ്ങടിയെന്നോ കഅബാലയത്തിൽ നിന്നോ അന്ന് റബ്ബിനെ കിട്ടാൻ ഒരു ന്യായവുമില്ല. റബ്ബിന് വേണ്ടി ഉണ്ടാക്കിയ റബ്ബിൻ്റെ പരിശുദ്ധ കഅബ മന്ദിരത്തിൽ പോലും റബ്ബിനെ കിട്ടാൻ സൗകര്യമില്ലാത്തൊരു കാലം വന്നു എന്ന് പറഞ്ഞാൽ എന്താണടാ അതിൻ്റെ അർത്ഥം? ഏത് നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തും റബ്ബില്ലാത്തൊരു കാലം വരുമെന്നല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം? ഇതിലും വലിയ പാഠം എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? നമ്മൾ നാശാവൂല, നമ്മൾ ഇതൊക്കെ ആരെങ്ങളോട് പറഞ്ഞ് നമ്മളെ സമസ്ത പൊടിയില്ല, നമ്മളൊന്നും നാശാവൂല, നമ്മൾ മറ്റേ ഇതൊക്കെ ആരാ കുട്ടീന്ന് എന്നോട് പറഞ്ഞ്? നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നശിച്ചോലെ. റബ്ബിന് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹുവിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ലോകത്താത്തിണ്ടാക്കിയ കെട്ടിടമാണ് കഅബ. ആ കഅബാലയത്തിൽ ഇരുന്നാൽ അന്ന് റബ്ബിനെ കിട്ടിയിരുന്നുവെങ്കിൽ മുത്തുനബി എന്തിനാ മറ്റോടത്ത് പോയത്? അവിടുന്ന് കിട്ടിയ വെളിച്ചം കൊണ്ടാണ് പിന്നെ ഇത് നന്നാക്കിയത്. ആണോ അല്ലേ? എൻ്റെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞോണ്ടേ എന്ത് റബ്ബിനെ കിട്ടാൻ ഇവിടെ എന്തിനാ ഉത്തരക്കണത്? നിങ്ങളെ വീട്ടുമുറ്റത്തല്ലേ കഅബ, അവിടെ പോയിരിക്കും, അവിടേക്ക് ഞാൻ ആയത്തും കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞു ഇല്ല, റബ്ബിനെ കിട്ടാൻ വേണ്ടി ഓടിയതാ. അവിടേക്കാണ് ആ കിളവിയായ സ്ത്രീ എന്ത് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ നോമ്പ് നോറ്റിട്ടില്ല, ഒരു റമളാൻ നോമ്പ് നോറ്റിട്ടില്ല, ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരു ഉംറ ചെയ്തിട്ടില്ല, ഒരു ഖത്തത്ത് തീർത്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടി ഓടി മലമുകളിൽ കയറി നടക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കൊണ്ടേ കൊടുത്തതാണ് ആ ഉമ്മാൻ്റെ പ്രത്യേകത. ആ ഉമ്മാൻ്റെ രോമത്തിന് ലോകാകെ തൂക്കിയാൽ കിട്ടൂല. അതാണ് ഖദീജ. എനിക്ക് എൻ്റെ ഉമ്മാനെക്കാൾക്കും 1000 ഇരട്ടി എൻ്റെ വല്യമ്മാനെ ഇഷ്ടമാണ്. അത് ഖദീജ ബീവിയാണ്.
ഇഷ്ടമുള്ള ഒരാൾ ഈ ലോകത്തില്ല. എൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ദറജകൾ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു ദറജകൾ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ദറജകൾ ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹിനെ കിട്ടാൻ വേണ്ടി ഈ കഅബൻ്റെ അടുത്ത് കുത്തിരുന്നോടിന്ന് ഖദീജ ബീവി പറഞ്ഞില്ല. ഖദീജ ബീവി ഏത് മലൻ്റെ മുകളിലാണെങ്കിൽ അവിടെ ഭക്ഷണം കൊണ്ടു കൊടുക്കും. നിങ്ങളത് ചിന്തിച്ച് നോക്കി. അള്ളാഹിനെ കിട്ടാൻ ഓടിയതാ, മലൻ്റെ മുകളിലേക്ക് ഓടിയതാ. അള്ളാഹിനെ കിട്ടണോൻ വരെ ഓടണം, അപ്പം കിട്ടും. ചിലപ്പോൾ നിൻ്റെ വീട്ടുമുറ്റത്തിലെ പള്ളി നിനക്ക് അള്ളാഹിനെ കിട്ടിക്കോണമെന്നില്ല, നിനക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും, അവിടെ കൊടുക്കണം. കാരണം നിൻ്റെ ലക്ഷ്യം ഈ പള്ളിയിൽ കയറി തറാവീസ്കരിക്കലല്ല, നിൻ്റെ ലക്ഷ്യം റബ്ബിനെ കിട്ടില്ല. തറാവീനാണെങ്കിൽ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് കാടിനെ വേന്തേടിയവർ പലരും. അതിനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ പോയി ദ്വീപിൽ കയറി തലപുര ആരും കാണാതെ ഒരു പുതപ്പിനുള്ളിലിരിക്കുക. സലാം അലൈക്കും എന്ന് പറഞ്ഞു മൂസ അലൈഹിസ്സലാം. അന്നാ സലാമുൻ. അപ്പോൾ ചോദിക്കുകയാണ്, എന്ത് സലാം, എവിടുന്ന് സലാം, എവിടെ കിട്ടാൻ? സലാം, എന്ത് സലാം, എവിടെ സലാം? അന്ന് ഒരു ദ്വീപിലെത്തി ആര് സയ്യിദുനാ അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. ആലോചിക്ക്, റബ്ബിനെ തേടി നടക്കുക, റബ്ബിനെ കിട്ടിയത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടക്കുക. ഇന്നും ഖദറിന് തന്നെ പണി അലൈഹിസ്സലാം. ഇന്നിപ്പോൾ നമ്മളമ്മാൻ്റെ ആണ്ടാണ്. അല്ലാഹ് അവരെ പ്രത്യേകത, ഒരു തറാവി അവർ നിസ്കരിച്ചിട്ടില്ല, ഒരു റമദാൻ അവർ നോറ്റിട്ടില്ല, ഒരു ഹത്ത് അവർ തീർത്തിട്ടില്ല. 82 സൂറത്ത് ഇറങ്ങിയിട്ടുള്ളൂ, അതിൻ്റെ തന്നെ അല്പഭാഗം അവർ വഫാത്താവുമ്പോൾ. എന്നവരാണ്ട അള്ളാഹു അവരെ ദറജേറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരെ ഹളറത്തിലേക്ക് അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ സ്വീകരിച്ച് ഈ ഫാത്തിഹ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അവിടുത്തെ സാദർമണിയും ഞങ്ങളുടെ ഉമ്മയുമായ ഖദീജത്തുൽ കുബ്ര തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹുവേ, ഈ ദിവസം അവർക്ക് അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അവർക്ക് പ്രത്യേകമായൊരു ഫാത്തിഹ ഓതാൻ കഴിഞ്ഞത് വലിയൊരു തൗഫീഖ്. അതിൻ്റെ ഒരു അംശം ഞങ്ങളുമ്മാക്കും ബാപ്പാക്കും എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. എല്ലാവർക്കും സന്തോഷം കൊടുക്കണമേ റബ്ബേ. അവരെ ഹക്കുകൊണ്ട് ഞങ്ങളെ സ്വർഗത്ത് കിടത്തണമേ റബ്ബേ. അവരെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. ഈ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ആമീൻ ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. ചിന്തിക്കണം, മനുഷ്യൻ്റെ ലക്ഷ്യം റബ്ബിനെ കിട്ടലാണ്. അങ്ങനെ റബ്ബിനെ തിരഞ്ഞോടിയ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ വാതിലാണ് തുറന്നു കൊടുത്തു. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ സമയത്ത് ഈ മനുഷ്യൻ കഅബാലയത്തെയും വിട്ട് റബ്ബിനെ തിരഞ്ഞോടുക. അതേ സമയത്ത് അന്ന് കഅബാലയത്തിൽ പണിയെടുക്കണ മനുഷ്യൻ്റെ പേരിൽ ആയത്തിറങ്ങി, തബ്ബത് യദാ അബീ ലഹബ്. നിങ്ങളെന്താ പഠിക്കാത്തത്? അപ്പം ഏതെങ്കിലും ഒരു സ്ഥാപനമല്ല ലക്ഷ്യം, ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ് പ്രശ്നം. നിലവിൽ അതിൻ്റെ സാഹചര്യ ലക്ഷ്യം. ഇതൊക്കെ നാശായ പിന്നെ ഒരു വിലയുണ്ടാവില്ല. നാശാക്കനെ കഅബ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംസ്ഥ നശിപ്പിച്ചൂടെ? നശിപ്പിക്കാൻ പിന്നെ കെട്ട് നടക്കണവരുണ്ട് ഇവിടെ. അത് നടക്കൂല. അതൊക്കെ നമ്മളെ മുൻഗാമികൾ ഇവിടെ നന്മ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ ആയുസ് വരെ നിലനിർത്തി നമ്മൾ പോകണം, അപ്പം നമ്മൾ ജയിക്കും. അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഇവിടെ സുന്യായി ജീവിക്കാനുള്ള സംവിധാനം നശിപ്പിക്കാൻ പറ്റൂല. എൻ്റെ ജീവൻ നശിക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ്
അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവൻ നശിക്കൂല എന്ന് വെച്ച് പറഞ്ഞു നടക്കണ്ട. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നശിക്കും. മക്കാർ കുറച്ചു കാലം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് കഅബാലയത്തിൽ ദുനിയാവിലെ എല്ലാ തോന്നിയാസവും നടമാടി. അന്ന് കഅബാലയത്തിൻ്റെ മേൽശാന്തിക്കാരനാണ് ആര്? അബൂലഹബ്. അയാൾക്കെതിരല്ല ആ സൂറത്തിറങ്ങി. ഒരു സൂറത്ത് തബ്ബത് യദാ. കഅബാലയത്തിലെ എല്ലാ ആരാധനയും ഒന്ന് നടത്തി കൊടുക്കുന്ന ആളാരാ? അബൂലഹബ്. അബൂലഹബ് ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ കൂടെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? കഅബൻ്റെ പണി മുടങ്ങും. കഅബയിലെ പണിയാണ്. കഅബയിലെ പ്രധാനപ്പെട്ട പൂജാരി ആരാ? പറയ കുട്ടി, കഅബാലയത്തിലെ അന്നത്തെ പ്രധാന പൂജാരിയാണ് ആര്? അബൂലഹബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ തന്നെയാണ് അബൂലഹബ്. കഅബാലയത്തിൻ്റെ പണി മുഴുവൻ അബൂലഹബിനാണ്. അബൂലഹബിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ആർക്ക്? അബ്ദുൽ മുത്തലിബിന്. സ്വന്തം മകൻ്റെ മകൻ മരിച്ചു. പിന്നെയുള്ള മുഹമ്മദ് എന്ന ഈ കുട്ടിയാണ്. ഈ കുട്ടിക്ക് ആരുമില്ല, ഞാനേ ഉള്ളൂ, ബാപ്പാൻ്റെ ബാപ്പ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരിക്കുക. അപ്പം അബ്ദുൽ മുത്തലിബിന് മരിക്കുന്ന സമയത്ത് രാവും പകലും ഭക്ഷണവും കളിയും തമാശയും എന്തും ഉള്ള വീടാണ്. ആരെ വീട്? പാറക്കുട്ടി അബൂലഹബിൻ്റെ വീട്. അവിടെ സദാസമയം ചവിട്ടിക്കുത്തി തിന്നാണ്. കാരണം കിട്ടുന്ന പാരിതോഷികങ്ങൾക്കും പണത്തിനും കയ്യും കണക്കില്ല. കാരണം കഅബാലയത്തിലെ മേൽശാന്തിക്കാരനാണ് ആര്? അബൂലഹബ്. അതേ സമയത്ത് അബൂലഹബിനെ ഏൽപ്പിച്ചില്ല. ഒരു നേരത്തെ കഞ്ഞുടിക്കാനില്ലാത്ത മനുഷ്യനാണ് ആര്? അബൂ ത്വാലിബ്. അവിടെ ഏൽപ്പിച്ചത് എന്തേ? അബൂ ത്വാലിബ് ഹറാമ് തിന്നൂല. അബൂ ത്വാലിബ് തോന്നിയാസത്തിന് നടക്കൂല. അബ്ദുൽ മുത്തലിബിനെ അറിയില്ലേ ഈ കുട്ടിക്കട പട്ടിണിയാവും? എന്താ നിങ്ങൾ വന്നു ഉറങ്ങണത്? അബ്ദുൽ മുത്തലിബിനെ അറിയില്ലേ ഈ കുട്ടിക്ക് ആ വീട്ടിൽ പട്ടിണിയാവും? ആണല്ലോ. പിന്നെ ഈ വീട്ടിലെ പട്ടിണി മാറ്റുന്ന ഈ കുട്ടിയാണ്. എന്താ ചെയ്യുക? ആട് മേക്കാൻ നടക്കും. അതിന് കിട്ടിയത് ഉമ്മ കൊണ്ടേ കൊടുക്കും. ഉമ്മാറ വളർത്തുമ്മ. അന്ന് ഫാത്തിമ ബിൻത് അസദാണ് ആരുടെ ഭാര്യ? അബൂ താലിബിൻ്റെ ഭാര്യയാണ് അന്ന് ആര്? ഫാത്തിമ ബിൻത് അസദ്. അവർക്ക് കൊണ്ടേ കൊടുക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേരും ഇഷ്ടമാണ്. പണിക്കൂ. എന്താ പണി? ഒട്ടകത്തിന് വെച്ച് കൊടുക്കുക, ആടിനെ വെച്ച് കൊടുക്കുക. പരിസരത്തൊരു പുല്ല് മുളക്കൂല. ഏതോ നാട്ടിൽ കൊണ്ടുപോയി മേക്കണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? എന്നിട്ട് ഏതോ മലവാരത്തിൽ കൊണ്ട് ആട് വെക്കുക. വന്നെങ്കിൽ വന്നില്ലെങ്കിൽ വരൂല. അവിടെ മഞ്ഞും കൊണ്ട് കടന്നുറങ്ങുക. അതിന് വല്ലതും കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കിയ ആടിനും ഈ ഒട്ടകത്തിനും മേക്കാൻ ഏറ്റെടുത്ത് പറയുമ്പോൾ നിങ്ങളെന്താ വിചാരിച്ച് ഇപ്പുറത്തെ താഴത്തൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇറക്കി ആ 10 മിനിറ്റ് കൊണ്ട് വെള്ളറിയുന്നു. ഒരു പുല്ല് മുളക്കാത്ത നാട് ഖുർആനിലില്ലേ? ആ നാടിനെ പറ്റി റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഅ. ഒരു പുല്ല് പോലും ഇല്ലാത്ത നാടാണ് ഏത്? മക്ക. അപ്പം അവിടുന്ന് കൊണ്ടുപോകണം. 8ാമത്തെ വയസ്സ് മുതൽ കുട്ടീൻ്റെ പണി അതാണ്. മഞ്ഞും കൊണ്ട് നടക്കുക, വെയിലും മഞ്ഞും കൊണ്ട് നടക്കുക. അപ്പോഴും കുട്ടീനെ മനസ്സിലാരാ? ആ കുട്ടീൻ്റെ അടുത്തേക്ക് ജിബിരിയിൽ വന്നു. അതാണ് പഠിക്കേണ്ടത്. പിന്നെ അത് ആ അന്വേഷണം, ആ നടത്തം 40 വയസ്സായിട്ട് നിർത്തിയിട്ടില്ല. ആരെ കിട്ടണം? അള്ളാനെ കിട്ടണം. റസൂലുള്ളാഹിനെ പഠിക്കേണ്ട ജീവിതം 40 വയസ്സിന് മുമ്പാണ്. അത് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതൊരു മോമിനായ മനുഷ്യൻ. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗം. അതാണ് റസൂലുള്ളാഹിൻ്റെ 40 വയസ്സ് വരെയുള്ള റസൂലുള്ളാഹിൻ്റെ കഷ്ടപ്പാട് എന്നാണ്. അള്ളാഹിനെ കിട്ടാൻ നടക്കുക. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി. 2 ഇളാപ്പന്മാർ, ഒന്ന് അബൂലഹബ്, ഒന്ന് അബൂലഹബ്, ഒന്ന് അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആരെ പെരിയിൽ ഏൽപ്പിച്ചൂടെ? അബൂലഹബിനോട് പറഞ്ഞൂടെ? പിന്നെ ഞാൻ മരിച്ചു പോകാണ്, കുട്ടിനെ നോക്കണേ. ഒന്നല്ല, എൻ്റെ പെരിയിൽ എപ്പോഴും തിന്നാണ്ടാവും. എനിക്കിഷ്ടപ്പെട്ട കുട്ടിയാണ്, അതിന് തിന്നാൻ കൊടുക്കണം. എൻ്റെ പേരിൽ അതിനെ തിന്നാൻ കമ്മി ഉണ്ടാവില്ലല്ലോ.
എന്തേ അവിടെ ഏൽപ്പിച്ചൂടെ? അത്ര മോശമൊന്നുമല്ലല്ലോ. അബൂലഹബ് പറഞ്ഞ ആരാ? ഈ കുട്ടി ജനിച്ചു എന്ന് പേരറിഞ്ഞപ്പോൾ സ്വന്തം അടിമ സ്ത്രീയായ സുഹൈബത്തുൽ അസ്ലമിയത്തിനെ മോചിപ്പിച്ച ആളല്ലേ അബൂലഹബ്. എന്നിട്ട് എന്തേ അവിടെ ഏൽപ്പിക്കാഞ്ഞ്? അബ്ദുൽ മുത്തലിബിൻ നേരത്തെ തന്നെ അറിയൂല്ലേ? നേരത്തെ അബ്ദുൽ മുത്തലിബിനെ അറിയാലോ ഈ കുട്ടീനെ ഇഷ്ടമാണ് ആർക്ക്? ഈ കുട്ടിയെ ഇഷ്ടമാണ് ആർക്ക്? അബൂലഹബിനെ ഇഷ്ടമാണ്. കാരണം സുഹൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചില്ലേ. എന്നിട്ടും അബൂലഹബിൻ്റെ വീട്ടിൽ നിർത്തിയില്ല. എന്തുകൊണ്ട് നിർത്തിയില്ല? ഹറാമായത് തിന്നു. എൻ്റെ കുട്ടിക്ക് പള്ളയും ചോറും അല്ല വേണ്ടത്, എൻ്റെ കുട്ടിക്ക് അള്ളാനെ പൊരുത്താ വേണ്ടത്. ആര് മനസ്സിലാക്കി? അബ്ദുൽ മുത്തലിബ്. എൻ്റെ കുട്ടിക്ക് തിന്നാനല്ല കിട്ടേണ്ടത്, എൻ്റെ കുട്ടിക്ക് റബ്ബ് കൊടുത്തോളൂ. അവിടെ നടക്കണ ഒരു കാര്യം അബ്ദുൽ മുത്തലിബ് ഇഷ്ടമല്ല, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യനോട് ഒന്നും ചെയ്യാൻ കഴിയൂല. ഒരു നാട്ടുരാജാവിനൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരാൾക്ക് കഴുത്ത അള്ളാഹ് കൊടുക്കണം, എന്നാലേ മക്കാനെ മാറ്റാൻ കഴിയുള്ളൂ. ആ മക്കാനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മാറിട്ടുപോയത്. പിന്നെ തിരിച്ചു വന്ന് 8ാമത്തെ കൊല്ലം മാറും ചെയ്തു. ഇന്നും നശിച്ചില്ല. മനസ്സിലായില്ലേ? അതൊക്കെ മുസ്തഫ നബിയുടെ അന്വേഷണമാണ്. അത് മുസ്തഫ നബിയാണ്. ആ അള്ളാന്റെ ഹബീബിന്റെ മാത്രമാണ് ദീന്. അത്രയാണ്. അതിനു വേണ്ടി കൂടെ നിന്നെടുത്ത ഉമ്മയാണ് ഖദീജ. അതുകൊണ്ടാണ് എല്ലാ ഉമ്മാനേക്കാളും ഒക്കെ നമുക്ക് ഉമ്മന്നല്ലേ. ഐഷബി ഉമ്മല്ലേ? ഐഷബി കുബ്ര എന്ന് പേരില്ലല്ലോ. ആർക്കേ ഉള്ളൂ? ഖദീജത്തുൽ കുബ്ര അല്ലേ? ഖദീജ സഹിച്ചതിൻ്റെ 10 പേര് സഹിച്ചിട്ടില്ല. ഒരു സൗകര്യമുള്ള കാലത്ത് വന്നവരാണ്. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലിട്ട സമയത്ത് പലരും കൂടല്ല അന്ന് ഖദീജ ഉള്ളത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതാണ് ഖദീജ. അതാണ് ഖദീജ. അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടാണ് ഈ മജ്ലിസിൽ ഖദീജവിനെ പറഞ്ഞ കേട്ടോ. ഇന്ന് ഖദീജവിനെ ആണ്ടാന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ മജ്ലിസിൽ കയറി മറന്നുപോയി. അത് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, നമ്മൾ പഠിക്കണം. നമ്മളിതൊക്കെ പഠിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം റബ്ബിനെ കണ്ടെത്തല. അതിലേറ്റവും കണ്ടെത്തിയ ആളും മുഹമ്മദ് മുസ്തഫയാണ്. അസലിലും അബദിലും ലോഹിലും കലമിലും അത് റസൂലുള്ളാഹിന്റെ പേര്. അള്ളാഹു റൂഹിനെ പടച്ചപ്പോൾ ഏറ്റവും റബ്ബിനെ കണ്ടെത്തിയ റൂഹ് മുസ്തഫ നബിയാണ്. ഭൂമിയിൽ അള്ളാഹു അയച്ചപ്പോൾ, അള്ളാഹിൻ്റെ ജസദ് കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും കണ്ടെത്തിയ ജസദും അവരുടേതാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗം, അതാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അപ്പം എൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ലക്ഷ്യം എന്തല്ല? വെറുതെ നിസ്കരിക്കലല്ല, നിസ്കാരത്തിലല്ല എന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആരെ കിട്ടിപ്പോണം? റബ്ബിനെ കിട്ടണം. റബ്ബിനെ കിട്ടണം. റബ്ബിനെ കിട്ടണം. നമ്മളെ കൊല്ലം ഉമ്മർക്ക് പോയി, റബ്ബിനെ കിട്ടിയില്ല. ഒരാൾ എവിടേക്കും പോയില്ല, പെരിയുന്ന റബ്ബിനെ കിട്ടി. എത്ര വലിയ ഭാഗ്യവാനാണ്. റബ്ബിനെ കിട്ടലേ ആവശ്യം. റബ്ബിനെ കിട്ടുക. അള്ളാഹു തലേനെ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിലും ഈ പ്രഭാഷണ ഭാഗം ഇനിയും പിന്നീട് പറയും. ഈ തിരുദൂതർ നിറവ് എന്ന പുസ്തകം, നിറവ് കെരുതി കൂട്ടി പേരിട്ടതാണ്. നിറവേ ഉള്ളൂ, കമ്മില്ല. ഈ ലോകത്ത് നിറഞ്ഞൊരാൾ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തല കാര്യങ്ങളെ യഥാചിതം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് തുറന്നു തരട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد صلى فلا تردن أيدينا خائبين. ഞാൻ ഖത്തറിൽ ഹൗസ് ഡ്രൈവറാണ്. കൂടെയുള്ളവർ പ്രയാസപ്പെടുത്തുന്നു. മരണപ്പെട്ടു പോയ പറമ്പിൽ ബസാർ ഹസൻ കോയക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവെ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ നമ്മളെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുടുംബമാണ്.
ഹസൻ കോയ മൗഫറത്ത് കൊടുക്കണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ, നിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. നാളെ സൂഫി പ്രണയകാവ്യമായിരിക്കും എന്നറിയിക്കുന്നു. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണം. ദാറുൽ ഖുർആൻ്റെ കുട്ടികൾക്ക് നോമ്പ് തുറക്കുള്ള പൈസ, ഒരു നോമ്പ് തുറ മാത്രമാണെങ്കിൽ 10,000 രൂപ നോമ്പ് തുറയും, അതേപോലെ തന്നെ അത്താഴം കൂടിയാണ് 15,000 രൂപ. എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഴിയുന്നത്ര ആളുകൾ ആ കുട്ടികൾക്ക് നോമ്പ് തുറക്കുന്നത് ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഹോസ്റ്റൽ ബിൽഡിംഗ് മുകളിലേക്ക് ഉയർത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 150 രൂപ വേണം സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ എല്ലാവരും അത് 5000-ഓളം സ്ക്വയർ ഫീറ്റാണുള്ളത്. എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാതെ ഒന്നും ദാറുൽ ഖുർആൻ്റെ കയ്യിലില്ല. ഉദാരമതികൾ ദാറുൽ ഖുർആനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ദാറുൽ ഖുർആൻ നിങ്ങൾക്കറിയാം, വളരെ കൃത്യമായൊരു പഠനമാണ്. ചില ലക്ഷ്യങ്ങളും ദാറുൽ ഖുർആനുണ്ട്. അഹ്ലുസുന്നയെ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരൻ്റെ മുന്നിലും അടിയറവ് പറയാത്ത ദീനിനെ വളർത്തിയെടുക്കുന്ന നല്ല ആൺകുട്ടികൾ നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ദാറുൽ ഖുർആനിലേക്ക് മക്കളെ പറഞ്ഞേക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറുൽ ഖുർആനിലെ ശരിയത്ത് കോളേജിലേക്കും അതിൻ്റെ ഹൈഫദ് കോളേജിലേക്കും നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്ന സമയമാണ്. അതിൻ്റെ അക്കാര്യവും ആളുകളെ ശ്രദ്ധിക്കണമെന്നും അപേക്ഷിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. മൂത്തടുത്ത് ശനിയാഴ്ച താജിൽ ഫുത്തുഹിൻ്റെ പരിപാടി ശനിയാഴ്ച പകൽ 1 മണിക്കാണ്. ശനിയാഴ്ച പകൽ നോമ്പായതുകൊണ്ട് പകലാണ് പരിപാടി. പകൽ 1 മണിക്ക് അഥവാ ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും മൂത്തടുത്ത് എത്തണം എന്നറിയിക്കുന്നു. അവിടെ അന്നാണ് ഷിഫ മജ്ലിസ്. നോമ്പ് തുറന്ന് പിരിയുന്നവർക്ക് പോരേണ്ടവർക്ക് പോരാം, ഇനി അവിടെ താമസിക്കേണ്ടവർക്ക് താമസിക്കാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. വരുന്ന ശനിയാഴ്ചയാണ് 14-ാം തീയതി അല്ലേ? 14-ാം തീയതി വരുന്ന ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചയാണ് താജിൽ ഫുത്തുഹിൻ്റെ മൂത്തടുത്ത മജ്ലിസ് എന്നറിയിക്കും. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എനിക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും മരിച്ചുപോയ എൻ്റെ അമ്മായിമാർക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു